ഓക്കെ, അപ്പൊ നമ്മള് നേരെ ക്ലാസ്സിലേക്ക് വരാം. ക്ലാസ്സിലേക്ക് നമ്മള് അവസാനം പറയും. ലാസ്റ്റ് പറഞ്ഞ നമ്മള് അതിനകത്ത് ലാസ്റ്റ് പറഞ്ഞ ലാസ്റ്റ് ടോപ്പിക് ഏതാ? ഡിസി ജനറേറ്റർ. ഡിസി ജനറേറ്റർ അല്ല? ഓക്കെ ഓക്കെ. അപ്പൊ നോക്കൂ, നമുക്ക് എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? രണ്ടിന്റെയും ഭാഗങ്ങളൊക്കെ പരിചയപ്പെട്ട് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസവും അവ തമ്മിലുള്ള സാമ്യതകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്തൊക്കെയാണ് തമ്മിലുള്ള സാമ്യതകളും വ്യത്യാസങ്ങളൊക്കെ നമുക്കറിയാം. ഒന്നില് സ്ലിപ്പ് റിംഗ് ആണ്, മറ്റൊരു സ്പ്ലിറ്റ് റിംഗ് ആണ്, ഒന്ന് പൂർണ്ണവളയങ്ങളാണ്, ഒന്ന് അർദ്ധവളയങ്ങളാണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചു അല്ലെ? അതിന്റെ ഗ്രാഫിൽ വ്യത്യാസം നമ്മൾ പഠിച്ചു. എന്താണ് ഗ്രാഫിൽ വ്യത്യാസം? എ സി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് എ സി എന്ന് പറഞ്ഞാൽ. എന്താ? ഒരേ ദിശയിൽ, ദിശ മാറാത്ത ഒരേ ദിശയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് ഡി സി എന്നൊക്കെ നമ്മൾ പഠിച്ചു. റെഡി? ഇനി നമ്മൾ പഠിക്കേണ്ടത് രണ്ടിന്റെയും സാമ്യത. നോക്കൂ, രണ്ടിന്റെയും സാമ്യതയില് അഥവാ എ സി ജനറേറ്ററിന്റെയും ഡി സി ജനറേറ്ററിന്റെയും പ്രധാനപ്പെട്ട ഒരു സാമ്യത എന്ന് പറയുന്നത്, അഥവാ രണ്ടിലും ഒരുപോലെ വരുന്നത് എന്ന് പറയുന്ന ഭാഗങ്ങളും മാറ്റി നിർത്തിയാൽ രണ്ടിലെയും ആർമേച്ചറിലേക്ക് പ്രേരിതമാവുന്ന വൈദ്യുതി എ സി ആണെന്ന് പറഞ്ഞു അല്ലേ? അല്ലേ? തലാട്ടെ. രണ്ട് ആർമേച്ചറിലേക്കും പ്രേരിതമാവുന്ന അഥവാ വൈദ്യുത കാന്തിക പ്രേരണം നടന്നിട്ട് കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് എ സി ആണ്. അഥവാ ഇങ്ങനത്തെ ഒരു കറണ്ട് കിട്ടുക. നമുക്കതെങ്ങനെ കിട്ടുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇതാണ് നമ്മുടെ കറണ്ട്. ഇതാണ് എ സി എന്ന് പറയുന്ന കറണ്ട്. ഈ കറണ്ടാണ് ഏത് കിട്ടുക? രണ്ടിലും കിട്ടുക. എ സി ജനറേറ്ററിന്റെയും ഡി സി ജനറേറ്ററിന്റെയും ആർമേച്ചറിൽ പ്രേരിതമാവുന്ന വൈദ്യുതി എന്ന് പറയുന്നത് എ സി ആണ്. ഇതുപോലത്തെ ഒരു കറണ്ടാണ് കിട്ടുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്തുകൊണ്ടാണ് ആ എ സി എങ്ങനെയാണ് ഈ ആർമേച്ചറിലേക്ക് കിട്ടുക എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഥവാ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് എ സി ജനറേറ്റർ പഠിച്ചതിന് ശേഷം ഡി സി ജനറേറ്ററിന്റെ ഇടയിലായിട്ട് കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. കാരണം ഒരു ചെറിയൊരു കോളൊക്കെ ഉണ്ടാവും അതിന്റെ ഇടയില്. കണ്ടോ? അതിന്റെ അടിഭാഗത്ത് കുറച്ച് സെന്റൻസ് ആക്കി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്ര വായിച്ചു നോക്കിയാലും തലയിൽ കയറില്ല. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ കിട്ടൂല. ആ സംഭവമാണ് ഈ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഞാൻ ആർമേച്ചർ വരക്കുകയാണെങ്കിൽ ഫീൽഡ് കാന്തോട് ആർമേച്ചർ ജനറേറ്ററിന്റെ ഒരു ഭാഗം വരക്കുകയാണെങ്കിൽ ഇത് എസ്, നടുവിൽ എന്ത് വെച്ചു? ആർമേച്ചർ വെച്ചു. ഈ രണ്ടിന്റെയും നടുവിൽ ആർമേച്ചർ വെച്ചു. ആർമേച്ചർ അടയാളപ്പെടുത്തു എ ബി സി ഡി എന്ന് അടയാളപ്പെടുത്തി. ഓക്കെ, ഇനി എപ്പോഴാണ് ഈ കറണ്ട് കിട്ടുക എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ആർമേച്ചർ. നോക്കൂ, ഈ ആർമേച്ചർ ഇവിടെ കറണ്ട് തിരിയുമ്പോഴല്ലേ എന്ത് കിട്ടുക? എ ബി സി അഥവാ ഇതിലേക്ക് ഈ ആർമേച്ചറിലേക്ക് എന്ത് കിട്ടുക? ഇ എം എഫ് കിട്ടുക അല്ലെ? ഈ എസിലേക്ക് പോകുന്നുണ്ട്, കാന്തികരേഖകൾ പോകുന്നുണ്ട്. ആ കാന്തികരേഖകളുടെ നടുവ് കറണ്ട് എന്ത് ചെയ്യുന്നു? ഈ എ ബി സിയുടെ ആർമേച്ചർ തിരിയുന്നു. ആർമേച്ചർ തിരിയുമ്പോ എന്ത് കിട്ടുന്നു? ആർമേച്ചറിലേക്ക് ഒരു ഇ എം എഫ് കറണ്ട് കിട്ടുന്നു. ആ കറണ്ടിന്റെ ഗ്രാഫാണ് ഞാനിവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ എന്റെ ചോദ്യം ഇനി ശ്രദ്ധിച്ച് കേട്ടോളൂ. എ സി എന്ന് പറഞ്ഞാൽ ഇവിടെ കറണ്ട് ഉണ്ടോ? ഇവിടെ കറണ്ട് ഉണ്ടോ? ഇല്ല, പൂജ്യം. അവിടെ കറണ്ട് ഇല്ല. എന്നാലോ ഇവിടെ മാക്സിമം കറണ്ട് ഇ എം എഫ് ആണ്. ഇത് ഇ എം എഫ് ആണ്, ഇത് ടൈമാണ്. ഓക്കെ, ഇവിടെയോ മാക്സിമം കറണ്ടാണ്. ഇവിടെയോ ഇവിടെ പൂജ്യമായി, കറണ്ട് ഇല്ല. ഇവിടെ വീണ്ടും മാക്സിമം. ഡയറക്ഷൻ മാറി, എതിർ ഡയറക്ഷനിലാണ്, എതിർ ദിശയിലാണെങ്കിൽ പോലും കറണ്ട് എന്താണ്? മാക്സിമം ആണ്, പരമാവധി കറണ്ടാണ് കിട്ടുന്നത്. ഇവിടെ എത്തിയപ്പോ പൂജ്യമായി. അപ്പൊ എ സി എന്ന് പറയുന്നത്, ശ്രദ്ധിച്ച് കേട്ടോളൂ, എ സി എന്ന് പറയുന്നത് ഇല്ല, ഉണ്ട്, ഇല്ല, ഉണ്ട്, ഇല്ല. എന്താ പറയാത്ത? ഇവിടെ കറണ്ട് ഉണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. അതിനകത്ത് എ സി എന്ന് പറയുന്നത് ഇങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കുന്ന കറണ്ടാണ്. ഉണ്ട് ഇല്ല, ഉണ്ട് ഇല്ല, ഉണ്ട് ഇല്ല, അങ്ങനെ പോണ കറണ്ടാണ് എ സി എന്ന് പറയുന്നത്.
അല്ലെ? ഇവിടെ കറണ്ട് ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് ഇവിടെ കറണ്ട് ഉണ്ടോ? ഇല്ലല്ലോ, ഇവിടെ കറണ്ട് ഇല്ല. ഈ രണ്ട് രാശി ഇവിടെ മാക്സിമം ആവുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം, അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഇങ്ങനെ കറണ്ട് കിട്ടുക? ആർമേച്ചർ തിരിയുമ്പോഴാണ് കറണ്ട് കിട്ടുക, അല്ലെ? ആർമേച്ചർ തിരിയുമ്പോഴാണ് കറണ്ട് കിട്ടുക. അപ്പൊ ആർമേച്ചർ തിരിയുമ്പോ ഇങ്ങനത്തെ കറണ്ട് കിട്ടുന്നുണ്ട്. പക്ഷേ എന്തില്ല, എല്ലാ സമയത്തും കറണ്ട് ഉണ്ടാകുന്നില്ല. ചില സമയത്ത് മാത്രം കറണ്ട് കിട്ടുന്നു, ചില സമയത്ത് കറണ്ട് കിട്ടുന്നില്ല. അപ്പൊ അതിനെന്താ? ആർമേച്ചർ തിരിയുന്ന സമയം മുഴുവൻ എന്തിലേക്ക് കറണ്ട് കിട്ടുന്നില്ല? ആർമേച്ചറിലേക്ക് കറണ്ട് കിട്ടുന്നില്ല. എന്നാലോ ചില സമയങ്ങളിൽ കിട്ടുന്നുണ്ട്. അപ്പൊ എന്ത് പഠിക്കണം നമ്മള്? ഏത് സമയത്താണ് കിട്ടാത്തത്, ഏത് സമയത്താണ് കിട്ടുന്നത്, അത് എന്തുകൊണ്ട് എന്ന് പഠിക്കണ്ടേ? പഠിക്കണ്ടേ? എന്തുകൊണ്ടായിരിക്കും കറണ്ട് കിട്ടുന്നുണ്ടാവുക? എപ്പോഴാ കറണ്ട് കിട്ടുക? ഫ്ലെക്സിന് മാറ്റം വരുമ്പോഴല്ലേ കറണ്ട് കിട്ടുക, അല്ലേ? ഫ്ലെക്സിന് മാറ്റം വരുമ്പോഴല്ലേ കറണ്ട് കിട്ടുക. അപ്പൊ എന്താ ഇതിന് അർത്ഥം മനസ്സിലാക്കുന്നത്? എല്ലാ സമയത്തും ഈ ആർമേച്ചർ ഇവിടെ കറങ്ങി തിരിയുന്ന സമയം മുഴുവൻ എന്തിന് മാറ്റം വരുന്നില്ല? ഫ്ലെക്സിന് മാറ്റം വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ആർമേച്ചർ നമ്മൾ പറയുമ്പോൾ ആർമേച്ചർ ഇങ്ങനെ കടന്ന് തിരിയാണ്. ആ ആർമേച്ചർ കടന്ന് തിരിയുന്ന സമയത്ത് മുഴുവൻ ഈ പോകുന്ന ഫ്ലെക്സിന് മാറ്റം വരുത്തുന്നില്ല. ചില സമയത്ത് ഫ്ലെക്സിന് മാറ്റം വരുന്നു, ചില സമയത്ത് ഫ്ലെക്സിന് മാറ്റം വരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മോഡൽ കറണ്ട് കിട്ടുന്നത്. അപ്പൊ എപ്പോഴാണ് ഫ്ലെക്സിന് മാറ്റം വരുന്നത്, എപ്പോഴാണ് ഫ്ലെക്സിന് മാറ്റം വരാത്തത് എന്ന് പഠിക്കണ്ടേ? അതാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ ഒരു കറണ്ട് കിട്ടുക? ഇതാണ് എ സിയുടെ ഒരു പരിമിതി എന്ന് പറയുന്നത്. ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എ സിയുടെ ഒരു പരിമിതി എന്ന് പറയുന്നതാണ്. ഒരു സൈക്കിൾ എന്താ പറയാ, ഒരു ശൃംഖമുണ്ട്, ഒരു ഗർത്തമുണ്ട്. ആ ഒരു ശൃംഖവും ഒരു ഗർത്തവും കൂടി ഒരു സൈക്കിൾ ഒരു പരിവൃത്തിയാവുക. ഈ ഒരു പരിവൃത്തി കിട്ടണമെങ്കിൽ, എ സിയുടെ പരിവൃത്തി കിട്ടണമെങ്കിൽ ആർമേച്ചർ ഒരു ഭ്രമണം കംപ്ലീറ്റ് ചെയ്യണം. എത്ര ഭ്രമണം? ഒരു ഭ്രമണം കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? എ സിയുടെ ഒരു സൈക്കിൾ കിട്ടുക. മനസ്സിലാവുന്നുണ്ടോ? ആർമേച്ചർ നിൽക്കുക, 90 ഡിഗ്രി തിരിഞ്ഞു, 90 ഡിഗ്രി കണ്ടോ, 180 ഡിഗ്രി തിരിഞ്ഞു, 270 ഡിഗ്രി തിരിഞ്ഞു, 360 ഡിഗ്രി തിരിഞ്ഞു. ഇങ്ങനെ ആർമേച്ചർ തിരിഞ്ഞതിന്റെ യഥാർത്ഥ പൊസിഷനിലേക്ക് വന്ന് നിൽക്കുമ്പോ എന്ത് കിട്ടും? എ സിയുടെ ഒരു സൈക്കിൾ കിട്ടും. എ സിയുടെ ഒരു സൈക്കിൾ കിട്ടും. ആ സൈക്കിൾ കിട്ടുന്ന സമയത്ത് എന്തില്ല, ചില സമയങ്ങളിൽ മാത്രമേ കറണ്ട് കിട്ടുള്ളൂ. കണ്ടോ? ഇവിടെ കിട്ടും, ഇവിടെ കിട്ടും. രണ്ട് സമയത്താണ് കറണ്ട് കിട്ടുന്നത്. അപ്പൊ എന്തുകൊണ്ട് എന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. അതാണ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഭാഗം ഇതാണ്. സംഭവം മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആർമേച്ചർ തിരിയുമ്പോ എപ്പോഴൊക്കെയാണ് കറണ്ട് കിട്ടുക, എപ്പോഴൊക്കെയാണ് കറണ്ട് കിട്ടാത്തത്? ക്ലിയർ ആണല്ലോ? സെക്കൻഡ്. ഈ ഒരു സ്പൈഡർമാനും ഇതിന്റെ ക്ലാസ്മേറ്റിന്റെ നോട്ട്ബുക്കാണ്. നോക്കിക്കോളൂ. ഇതിന് നമ്മൾ ആർമേച്ചർ ആയിട്ട്, ഇവിടെ ആർമേച്ചർ ഉണ്ട്, ആർമേച്ചർ ആയിട്ട് സങ്കല്പിക്കുകയാണ്. ഓക്കെ, ഇതിൽ ആർമേച്ചർ സങ്കല്പിക്കുക. അതില് ഈ തുറന്നു നിൽക്കുന്ന ഭാഗം, ബുക്ക് തുറക്കൂലേ, ഈ ഒരു ഭാഗമാണ് എ ബി എന്ന് പറയുന്ന വശം. എ ബി, എല്ലാവരും ശ്രദ്ധിക്കണേ, എ ബി എന്ന് പറയുന്ന വശം. അപ്പൊ ഇതെന്താണ്? സി ഡി എന്ന് പറയുന്ന വശം. റെഡി? ഇപ്പൊ ആർമേച്ചർ ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് ചിത്രത്തിൽ വെക്കാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെയാണ് നിൽക്കുന്നത്. അഥവാ എ ബി എന്ന് പറയുന്ന വശം ഇങ്ങോട്ടും സി എന്ന് പറയുന്ന വശം ഇങ്ങനെയാണ് നിൽക്കുന്നത്. ചിത്രം ഇങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ. വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ചിന്തിക്കുക. അപ്പൊ എ ബി എന്ന വശം ഇങ്ങനെയാണ്. ഈ സമയത്ത് നോക്കിക്കോളൂ, ഈ എന്നിൽ നിന്ന് എസിലേക്ക് കാന്തിക വലരേഖകൾ പോകുന്നുണ്ട്. എന്നിൽ നിന്ന് എസിലേക്ക് കാന്തിക വലരേഖകൾ പോകുന്നുണ്ട്. ആ സമയത്ത് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ എ ബിയും ഈ സി ഡിയും ഈ കാന്തിക വലരേഖകൾക്ക് ലംബമാണോ സമാന്തരമാണോ? ആലോചിച്ച് നോക്കൂ. ഇതാണ് കാന്തിക വലരേഖ. ഒറ്റ കൈയാണ് കാന്തിക വലരേഖ എന്ന് വെച്ചാൽ 4 വിരലുകളാണ് കാന്തിക വലരേഖ എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാം. ഓക്കെ, ഇതാണ് ആർമേച്ചർ. ഇത് എ ബി എന്ന് പറയുന്ന വശവും ഇത് സി ഡി എന്ന് പറയുന്ന വശമാണ്. ഇത് എ ബി ആണ് കേട്ടാ. റെഡി? അങ്ങനെയാണെങ്കിൽ ഈ കാന്തിക വലരേഖ ഇങ്ങനെ വരുന്നുണ്ട്, അപ്പൊ ഈ എ ബി എന്ന് പറയുന്ന വശം ഈ കാന്തിക വലരേഖകൾക്ക് സമാന്തരമല്ലേ? അല്ലെ? ഈ പ്ലെയിന് ലംബമാണ്. ഈ പ്രതലം, ഈ സ്പൈഡർമാൻ കാണുന്ന ഭാഗമാണ് പ്രതലം എന്ന് പറയുന്ന ഭാഗം.
അത് ആർമേച്ചറിന്റെ പ്രതലം ലംബാണ്. ഓക്കെ, ഇങ്ങനെ വരിക, ലംബമാണ് വരിക. എന്നാൽ വശങ്ങൾ നോക്കൂ, എ ബി എന്ന് പറയുന്ന വശം ഈ കാന്തിക ബലരേഖയ്ക്ക് സമാന്തരമല്ലേ? അല്ലേ? എ ബി എന്ന് പറയുന്ന ഈ വശം ഈ പോകുന്ന കാന്തിക ബലരേഖകൾക്ക് സമാന്തരമല്ലേ എന്നാണ് ചോദ്യം. അങ്ങനെ സമാന്തരമാണെങ്കിൽ അവിടെ ഫ്ലെക്സിന് മാറ്റം ഇല്ല. അവിടെ ഫ്ലെക്സിന് മാറ്റം ഇല്ല. ശ്രദ്ധിക്കുക, അവിടെ സമാന്തരമാണെങ്കിൽ ആർക്ക്? എ ബി സി ഡി വശങ്ങൾ. ആർമേച്ചറിന്റെ കുറച്ച് ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. എ ബി സി ഡി ഈ രണ്ട് വശങ്ങൾ ആർക്ക്? കാന്തിക ബലരേഖകൾക്ക്. കാന്തിക ബലരേഖകൾക്ക് സമാന്തരമാണെങ്കിൽ അവിടെ ഫ്ലെക്സിന് വ്യതിയാനം ഉണ്ടാവുമോ? ഫ്ലെക്സിന് വ്യതിയാനം ഉണ്ടാവുമോ? സമാന്തരമായി ഫ്ലെക്സിന് വ്യതിയാനം ഉണ്ടെങ്കിൽ കട്ടിയെ നേരെ കുത്തനെ വരണ്ടേ? തടഞ്ഞു നിർത്തണ്ടേ? തടഞ്ഞു നിർത്തണ്ടേ? ഇപ്പൊ ഈ ഭാഗം, ഈ സ്പൈഡർമാന്റെ ചിത്രം കണ്ടെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് ആണെന്നാണ് സങ്കല്പിക്കുന്നത്. ഒരു ചതുരാകൃതിയിലെ സാധനം ഈ ആർമേച്ചർ എന്ന് പറയുന്നത്. ബുക്ക് കാണുമ്പോൾ പ്രധായി തോന്നും, ഇത് ചതുരാകൃതി ഇങ്ങനെ സാധനമാണ് ആർമേച്ചർ. അതിന് 4 വശങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഉള്ളിലൂടെ പോകുന്നു എന്ന് സങ്കല്പിക്കുക. ആർമേച്ചറിന്റെ ഉള്ളിലൂടെയാണ് പോകുന്നത് സങ്കല്പിക്കുക. അപ്പൊ എന്തിന് വ്യതിയാനം വരൂല? ഫ്ലെക്സിന് വ്യതിയാനം വരൂല. കറണ്ട് കിട്ടുമോ? കറണ്ട് കിട്ടുമോ? ഇല്ല. അപ്പൊ ഇതാ അതാണ് ഇവിടെ തിരിയുന്നതിന് മുമ്പ് ഇവിടെ കറണ്ട് കിട്ടുന്നില്ല. റെഡി? റെഡി? ഇനി ആർമേച്ചർ 90 ഡിഗ്രി തിരിഞ്ഞു. എത്ര ഡിഗ്രി? 90 ഡിഗ്രി. ഇതാ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു, 90 ഡിഗ്രി തിരിഞ്ഞു. അപ്പൊ ഇതാണ് ആർമേച്ചർ. ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുന്നത്. അത് 90 ഡിഗ്രി തിരിഞ്ഞു എന്നാ ഇങ്ങനെ തിരിഞ്ഞു, അല്ലെ? ഇതിന് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞു, 90 ഡിഗ്രി തിരിഞ്ഞു. അഥവാ ഇതാണ് കാന്തിക ബലരേഖകള്. ഇപ്പൊ കാന്തിക ബലരേഖകളും എ ബി സി ഡി വശങ്ങളും തമ്മിൽ എന്താണ്? ലംബമല്ലേ? ലംബമല്ലേ? ഇങ്ങനെയാണ് ആദ്യം. ഇപ്പൊ ഇങ്ങനെയായി, ഇപ്പൊ ലംബായി. അപ്പൊ ലംബാകുമ്പോ തടഞ്ഞു നിർത്തി, കണ്ടോ? തടഞ്ഞു നിർത്തുന്നു. അപ്പൊ ഫ്ലെക്സിന് മാറ്റം വരുമോ? ഫ്ലെക്സിന് മാറ്റം വരുമോ? ഫ്ലെക്സിന് മാറ്റം വരും. അപ്പൊ കറണ്ട് കിട്ടൂലേ? കറണ്ട് കിട്ടൂലേ? എപ്പോ 90 ഡിഗ്രി തിരിഞ്ഞു. അപ്പൊ കണ്ടോ, പരമാവധി കറണ്ട് കിട്ടുന്നത്, പരമാവധി കറണ്ട്. ഇപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയാ നിൽക്കണ. റെഡി? റെഡി? അപ്പോ ആരൊക്കെ തമ്മില്? വശങ്ങള്, ആർമേച്ചറിന്റെ വശങ്ങളും കാന്തിക ബലരേഖകളും തമ്മിൽ ലംബമാവുമ്പോൾ ഫ്ലെക്സിന് വ്യതിയാനം സംഭവിക്കുന്നു. എപ്പോ? കാന്തിക ബലരേഖകളും ആർമേച്ചറിന്റെ വശങ്ങളും തമ്മിൽ എപ്പോ ലംബമാകുമ്പോൾ എന്തിന് വ്യതിയാനം സംഭവിക്കുന്നു? ഫ്ലെക്സിന് മാറ്റം വരികയും EMF, പരമാവധി EMF, പരമാവധി കറണ്ട് പ്രേരിതമാവുകയും ചെയ്യുന്നു. ഇവിടെ എത്തി. ഇനി വീണ്ടും 90 ഡിഗ്രി തിരിഞ്ഞു, 90 ഡിഗ്രി തിരിഞ്ഞു, വീണ്ടും ഇങ്ങനെയായി. അപ്പൊ കണ്ടോ, ഇപ്പൊ എന്തായി? കിട്ടുക കാന്തിക ബലരേഖകളും ആർമേച്ചറിന്റെ വശങ്ങളും തമ്മിൽ എന്തായി? സമാന്തരമായി. അവിടെ കറണ്ട് കിട്ടുമോ? ഇല്ല. 180 ഡിഗ്രി തിരിഞ്ഞു, പകുതി തിരിഞ്ഞു. അപ്പൊ എന്ത് കിട്ടിയില്ല? അവിടെ കറണ്ട് കിട്ടുന്നില്ല. ഓക്കെ? ഇനി അടുത്ത നോക്കൂ. അടുത്തത് ഈ വശം എ ബി എന്ന് പറയുന്ന വശം താഴോട്ടും സി ഡി എന്ന് പറയുന്ന വശം താഴോട്ടും എ ബി എന്ന് പറയുന്ന വശം മുകളിലോട്ടുമാണ്, അല്ലെ? ഇങ്ങനെയായിരുന്നു ആദ്യം. 90 ഡിഗ്രി ഇങ്ങനെയായി, വീണ്ടും 90 ഡിഗ്രി ഇങ്ങനെയായി. ഇനി അടുത്ത 90 ഡിഗ്രി ഇങ്ങനെയല്ലേ തിരിയാ, അല്ലെ? അപ്പൊ ഇങ്ങനെ തിരിയുമ്പോ ആരായി പോയത്? സി ഡിയും കാന്തിക ബലരേഖയും തമ്മിൽ എന്തായി? ലംബമായി. ലംബമാവുമ്പോ കറണ്ട് കിട്ടൂലേ? കിട്ടും. പക്ഷെ ഇവിടെ ചലനം മാറ്റണ്ട്. നേരത്തെ എ ബി ഉണ്ടോ? ഇങ്ങോട്ടാണ്. ഇപ്പൊ എ ബി മുകൾക്കാണ്. മനസ്സിലായോ? അപ്പൊ എന്തുണ്ടാവും? അവിടെ ചലനം, ആർമേച്ചറിന്റെ റൊട്ടേഷൻ മാറുന്നു. അപ്പൊ കറന്റിന്റെ ദിശയും മാറൂലേ? ഫ്ലെമിങ്ങിന്റെ വൈദ്യുത നിയമം അനുസരിച്ച് ആർമേച്ചറിന്റെ ചലനദിശ മാറുമ്പോൾ വൈദ്യുതിയുടെ ദിശയും മാറൂലേ? അപ്പതാ ഇങ്ങനെയാവുമ്പോൾ കറണ്ട് കിട്ടും. പക്ഷെ എന്ത് മാറുന്നു? ദിശ മാറി. എത്രയില്? 270 ഡിഗ്രിയില് എന്ത് കിട്ടി? കറണ്ട് കിട്ടി. ഇപ്പതാ ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ എത്തിയിപ്പോ.
ഇനി 90 ഡിഗ്രി തിരിഞ്ഞു, എന്തായി? പഴയ അവസ്ഥയിലേക്ക് എത്തി. ആദ്യം എങ്ങനെയാണ് നിന്നത്? കണ്ടോ, ABCD വശങ്ങൾ എത്തി അല്ലെ? അപ്പൊ അവിടെ കറണ്ട് കിട്ടുക? അവിടെ കറണ്ട് കിട്ടുക? ഇല്ല. അപ്പൊ പൂജ്യമായി. എപ്പോ? 360 ഡിഗ്രി പൂജ്യം. ഇതാണ് ആർമേച്ചറിന്റെ ഒരു റൊട്ടേഷൻ. ഇത് മനസ്സിലാക്കി പഠിക്കാതെ വേറെ മാർഗമല്ല. കാണാപ്പടം പഠിക്കാൻ ഒരൊറ്റ ഐഡിയ ഉള്ളൂ. എപ്പോഴാ കറണ്ട് കിട്ടുക എന്ന് ചോദിച്ചാൽ എന്താ പറഞ്ഞാൽ അറിയോ? കാന്തിക ബലരേഖകളും ആർമേച്ചറിന്റെ പ്രതലവും ആർമേച്ചറിന്റെ വശങ്ങളും ലംബമാകുമ്പോൾ ഫ്ലക്സിന് വ്യതിയാനം വരികയും EMF പ്രേരിതമാവുകയും ചെയ്യുന്നു. ഓക്കെ, എപ്പോഴാ കിട്ടാതെ? കാന്തിക ബലരേഖകളും ആർമേച്ചറിന്റെ വശങ്ങളും സമാന്തരമാകുമ്പോൾ ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടായിരിക്കില്ല. അപ്പൊ EMF കിട്ടുവോ? EMF കിട്ടുവോ? ഇല്ല. അപ്പൊ ഞാൻ ചോദ്യം ചെയ്യട്ടെ, ഈ സന്ദർഭങ്ങളിൽ 0 ഡിഗ്രി തിരിയുന്നതിന് മുമ്പ്, റൊട്ടേഷൻ നടത്തുന്നതിന് മുമ്പ്, കറങ്ങുന്നതിന് മുമ്പ്, അതാണ് 0 ഡിഗ്രി എന്ന് പറയുന്നത്. 90 ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞു, 180 ഡിഗ്രി തിരിഞ്ഞു, 270 ഡിഗ്രി തിരിഞ്ഞു, 360 ഡിഗ്രി തിരിഞ്ഞു. 360 ഡിഗ്രി തിരിയുമ്പോഴാണ് ചെയ്യുന്നത്? ആർമേച്ചറിന്റെ ഒരു ഭ്രമണം പൂർത്തിയാവുക അല്ലെ? ഒരു വസ്തു മുഴുവനായിട്ട് തിരിയണമെങ്കിൽ എത്ര ഡിഗ്രി തിരിയണം? 360 ഡിഗ്രി തിരിയണം. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ പോയിന്റ് ഉള്ളൂ. എപ്പോഴാ കറണ്ട് കിട്ടുക? എപ്പോഴാ കറണ്ട് കിട്ടുക ആർമേച്ചറിലേക്ക്? എപ്പോഴാ കിട്ടുക? ഫ്ലക്സിന് വ്യതിയാനം വരുമ്പോഴാണ് കിട്ടുക അല്ലെ? എപ്പോഴാ ഫ്ലക്സിന് വ്യതിയാനം വരിക? ആർമേച്ചറിന്റെ വശങ്ങളും കാന്തിക ബലരേഖകളും തമ്മിൽ ലംബമാവുമ്പോൾ, കൂട്ടിമുട്ടുമ്പോഴല്ലേ? ലംബമാവുമ്പോഴല്ലേ? നോക്കൂ, ഇത് പ്രതലമാണ്, പ്രതലം. ഓക്കെ, ഇത് വശങ്ങളാണ്, ഇത് വശങ്ങള്, ഇത് പ്രതലം, ഇത് പ്രതലമാണ്. വശങ്ങൾ ലംബമാവുമ്പോഴാണ് എന്ത് കിട്ടുക? കറണ്ട് കിട്ടുക എന്ന് മനസ്സിലാക്കി വെക്കുക. റെഡി? റെഡി? അപ്പൊ നോക്കൂ, ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പോ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ ആർമേച്ചർ ഇങ്ങനെ കറങ്ങും, ഇങ്ങനെ കറങ്ങും, ഇവിടെ കറങ്ങും. ഇങ്ങനെ കറങ്ങുമ്പോ ഈ കാറ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ആർമേച്ചർ ഒരൊറ്റ ഭ്രമണം നടത്തുള്ളൂ ആണോ? ആർമേച്ചർ ആ ഒരൊറ്റ ഭ്രമണം നടത്തുള്ളൂ? അല്ല, ആർമേച്ചർ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ? തുടർച്ചയായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കറങ്ങി ഇങ്ങനെ പോകുന്നുണ്ടാവും, ഇങ്ങനെ പോകും, കാരണം അങ്ങനെ പോകും. മനസ്സിലായോ? അപ്പോ എന്തുകൊണ്ട് AC എന്ന് ചോദിച്ചതിന്റെ ഉത്തരം ഇതാണ്. ആർമേച്ചറിലേക്ക് കിട്ടുന്ന കറണ്ട് AC ആയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എന്തായാലും ഉത്തരം? ആർമേച്ചർ കറങ്ങുന്ന സമയം മുഴുവൻ എന്ത് കിട്ടുന്നില്ല? അതിലേക്ക് EMF പ്രേരിതമാവുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴൊക്കെയാണ് EMF കിട്ടുക? 90 ഡിഗ്രിയിലും 270 ഡിഗ്രിയിലുമാണ് നിങ്ങൾ ആർമേച്ചറിലേക്ക് EMF പ്രേരിതമാവുന്നത്. റെഡിയാണോ? റെഡിയാണോ? ആ ഭാഗം കുറച്ച് കൺഫ്യൂഷൻ ആണ്. ഇനി വായിച്ചു നോക്കുക. അതിലിങ്ങനെ കൊടുക്കുന്ന ABCD വശങ്ങൾ തമ്മിൽ ഇങ്ങനെ എന്നൊക്കെ പോലെ കൊടുത്തിട്ടുണ്ടാവും ടെക്സ്റ്റ് ബുക്കില്. ആ സംഭവം ഇത്രേ ഉള്ളൂ. ഈ ഗ്രാഫിന്റെ നേരെ താഴെ കൊടുത്തിട്ടുണ്ടാവും. അത് ഈ ഫിഗർ കൊടുത്തില്ലേ? ഈ ഫിഗർ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ശ്രദ്ധിക്കാൻ നോക്കുക കേട്ടാ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ എന്നാ പറഞ്ഞ എപ്പോഴാ കറണ്ട് കിട്ടുക? എപ്പോഴാ കറണ്ട് കിട്ടുക? ലംബകമാകുമ്പോൾ. ലംബകോ? അല്ല, ലംബമാകുമ്പോൾ. തമ്മിൽ ലംബമാകുമ്പോ ആരൊക്കെ തമ്മില്? കാന്തിക ബലരേഖകളും ആർമേച്ചർ ഇങ്ങനെ ലംബമായി നിൽക്കുമ്പോൾ ഒരൊറ്റ കൊട്ട തരും. ആർമേച്ചറിന്റെ ഏത് ഭാഗം? വശങ്ങളാണോ അതോ പ്രതലമാണോ? വശങ്ങൾ. അല്ല, പ്രതലം. മനസ്സിലാക്കി വശങ്ങളാണ് പൊന്നാരങ്ങ. വശങ്ങൾ പ്രതലമല്ല. പ്രതലം പറഞ്ഞിട്ടേ ഇല്ല, ഒഴിവായിട്ടുണ്ട്. പ്രതലം എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ലെന്ന് എഴുതിക്കോ. ആർമേച്ചറിന്റെ വശങ്ങളും കാന്തിക ബലരേഖകളും തമ്മിൽ ലംബമാകുമ്പോഴാണ് ഫ്ലക്സിന് മാറ്റം ഉണ്ടാവുക. അപ്പോ ഈ രണ്ട് സന്ദർഭങ്ങളിൽ എവിടെയൊക്കെയാണ് ഹനൂന ലംബമാവുക? ആർമേച്ചറിന്റെ വശങ്ങളും ആർമേച്ചറിന്റെ വശങ്ങളും
കാന്തിക ബലരേഖകളും തമ്മിൽ ലംബമാവുന്ന സന്ദർഭങ്ങൾ ഈ ചിത്രത്തിൽ എവിടെയൊക്കെയാണ്? എത്ര ഡിഗ്രിയൊക്കെയാണ്? 90 ഡിഗ്രി. 90 ഡിഗ്രി. 150 ഡിഗ്രി. 150 ഡിഗ്രി. ഒരു പൊട്ടൻ തരില്ല. 270 ഡിഗ്രി. 270 ഡിഗ്രി. നിഷ്മലെ ശ്രദ്ധിക്കുന്ന നിഷ്മലെ 90 ഡിഗ്രിയിലും 270 ഡിഗ്രിയിലുമാണ് കറണ്ട് കിട്ടിയിട്ടുള്ളത്. ഇത് നോക്കി കറണ്ട് മാക്സിമം കിട്ടിയിട്ടുള്ളത്. ആ സമയത്താണ് ലംബമാവുക. എപ്പോഴൊക്കെ സമാന്തരാവുക? എപ്പോഴൊക്കെ സമാന്തരാവുക? ദിയ പറഞ്ഞോ, എപ്പോഴൊക്കെ സമാന്തര ദിയ? പറയും എന്താ കേട്ടില്ല. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ആർമേച്ചറിന്റെ പ്രതലവും കാന്തിക ബലരേഖകളും സമാന്തരമാവുന്നത്? 90 ഡിഗ്രി. സാർ എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ക്ലിയർ അല്ലേ ഇവിടേക്ക് വോയിസ്? ക്വസ്റ്റ്യൻ മനസ്സിലായി ഉത്തരം പറയുന്ന ഉറപ്പാ? ക്ലിയർ ഇല്ലേ വോയിസ് കൊടുക്കേ? കേട്ടോ, കാന്തിക ബലരേഖകളും ആർമേച്ചറിന്റെ വശങ്ങളും അഥവാ ABCD വശങ്ങളും CD AB ഈ വശങ്ങളും സമാന്തരമാവുന്ന സന്ദർഭങ്ങളിൽ എവിടെ എപ്പോഴൊക്കെയാണ്? മുകളിലും ഗരമ തട്ടുമ്പില്ല. ഞാൻ എന്നോട് ഒന്നും ചോദിച്ചില്ല, ഞാൻ തോറ്റു. നശ എന്ന് പറഞ്ഞ നശ 0 ഡിഗ്രി ആകുമ്പോ 0 ഡിഗ്രിയില് പിന്നെ 150 ഡിഗ്രി 150 360. ദിയ കേട്ട, കറണ്ട് കിട്ടാത്ത സമയത്താണ് സമാന്തരമാവുക. കറണ്ട് കിട്ടുന്ന സമയത്ത് മനസ്സിലായേ? വലിയ കാര്യം. അത് നോക്ക മതി. ഇതില് അപ്പൊ നോക്കൂ, ഇതാണ് AC-യുടെ ഒരു പരിവൃത്തി. റെഡി അല്ലേ? AC-യുടെ ഒരു പരിവൃത്തി കിട്ടിയില്ലേ? എപ്പോഴാ AC-യുടെ ഒരു പരിവൃത്തി നമുക്ക് കിട്ടുക? എപ്പോഴാ കിട്ടുക? നികിത, എപ്പോഴാ AC-യുടെ ഒരു പരിവൃത്തി കിട്ടുക? ഒരു സൈക്കിൾ കിട്ടുക എപ്പോഴാ? 0-ൽ തുടങ്ങി 360 ഡിഗ്രി വരെ തിരിയുമ്പോ ഒരു ഇത് പൂർത്തിയാകുമ്പോ. എന്ത് പൂർത്തിയാകുമ്പോ? ആർമേച്ചറിന്റെ ഒരു കറക്കം പൂർത്തിയാകും. ആർമേച്ചറിന്റെ ഒരു ഭ്രമണം പൂർത്തിയാകും. അങ്ങനെ തന്നെ പറയണം. ആർമേച്ചറിന്റെ ഒരു ഭ്രമണം പൂർത്തിയാകുമ്പോ നമുക്ക് AC-യുടെ ഒരു പരിവൃത്തി കിട്ടും. ഓക്കെ, റെഡി? അപ്പൊ ഇനി ഒരു കാര്യം കേട്ടു. ഇനി നമ്മൾ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പോകണം. ശ്രദ്ധിച്ചു കേട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് അറിയാം, ഇങ്ങനെ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോ ആലോചിച്ച് നോക്കൂ. ഒറ്റ കാര്യം മതി. ഇത് കറണ്ട് ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഉണ്ട്. ഇല്ല. ഉണ്ട്. ഇല്ല. ഇങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കുന്ന കറണ്ടാണ് AC എങ്കിൽ ബൾബ് ഇങ്ങനെ മിന്നി കത്തണ്ടേ? കുറച്ച് അന്തല്ലാക്കാൻ ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ പറയുന്നു, കറണ്ട് എന്ന് പറയുന്നത് AC എന്ന് പറയുന്നത് ഉണ്ട്, ഇല്ല, ഉണ്ട്, ഇല്ല, അങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കുന്ന കറണ്ടാണ് AC എങ്കിൽ ബൾബിലേക്ക് കറണ്ട് കിട്ടുമില്ല, അങ്ങനെയല്ല പോവാ. അപ്പൊ ബൾബ് ഇങ്ങനെ മിന്നി അല്ലേ കത്തേണ്ടത്? ആണ്, ശരിക്കും അങ്ങനെ കത്തേണ്ടത്. പക്ഷെ ഇവിടെ നോക്കുക, എന്തുകൊണ്ടാണ് സംഭവിക്കാതെ ചോദിച്ചാൽ, നമ്മളെ വീട്ടിലേക്ക് വരുന്ന കറണ്ടിന്റെ ആവൃത്തി എന്ന് പറയുന്ന ടേം ഉണ്ട്. ശ്രദ്ധിച്ച് കേട്ടോ. ആവൃത്തി എന്ന് പറയുന്ന ടേം ഉണ്ട്. ആവൃത്തി അഥവാ F, ചെറിയ F ആണെന്ന് സൂചിപ്പിക്കുക. ആവൃത്തി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. 50 ഹെർട്സ് ആണ്. എന്താ ഈ 50 ഹെർട്സ് എന്ന് പറഞ്ഞാല്? ഒരു സെക്കൻഡിൽ 50 സൈക്കിൾ ഉണ്ട്. ചിന്തിക്കങ്ങളെ, എപ്പോ ഒരു സെക്കൻഡില് കണ്ണ് ചിമ്മി തുറക്കുമ്പോതിന് ഇതാണ് ഒരു സൈക്കിള്. അങ്ങനത്തെ 50 എണ്ണം പോകുന്നുണ്ട് ഒരു സെക്കൻഡില്. 50 നോക്കി. ഒന്ന് ഉണ്ട്, ഇല്ല, അങ്ങനെ പോകുമ്പോൾ പറയാൻ തന്നെ ഒരു സൈക്കിൾ പറയണമെങ്കിൽ ഒരു സെക്കൻഡ് വേണം. അപ്പൊ എത്ര സ്പീഡിലേക്കാണ് കറണ്ട് പോകുന്നത്? അപ്പൊ ഈ വന്നു പോകാൻ സമയം കിട്ടുമോ? നമുക്ക് കിട്ടുമോ? നമ്മുടെ കണ്ണിന്റെ പ്രത്യേകത അറിയാലോ. കണ്ണിന്റെ വീക്ഷണ സ്ഥിരത എന്ന പരിപാടിയൊക്കെ ഉണ്ട്. അത് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. കണ്ണിന്റെ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത് പ്രത്യേകത ഉണ്ട്.
അപ്പൊ ഈ 50 സൈക്കിൾ ഒരു സെക്കൻഡിൽ ഉണ്ടാവുമ്പോ 100 തവണ കറണ്ട് വന്നു പോയി കൊണ്ട് നിന്നിട്ടുണ്ടാവൂലേ? ആലോചിച്ചോക്കി, 100 തവണ ദിശ മാറിയിട്ടുണ്ടാവില്ലേ? ചെങ്ങന്മാരെ ഒരു സൈക്കിള് 1 2 വട്ടം ദിശ മാറൂലേ? മനസ്സിലായി. 100 വട്ടം മാറിയിട്ടുണ്ടാവും. എപ്പോ? ഒരു സെക്കൻഡില്. മനസ്സിലാവണ്ടോ? അപ്പൊ അത്രയും സ്പീഡിലാണ് കറണ്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് തിരിച്ചറിയാൻ പറ്റാത്തതാണ്. ശരിക്കും അങ്ങനെ തന്നെയാണ് കറണ്ട് പോകുന്നത് കേട്ടോ, അത്രയും വേഗത്തിലാണ്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കറണ്ടിന്റെ ആവൃത്തി എന്ന് പറയുന്നത് എത്ര ഹെർട്സാ? 50 ഹെർട്സ് ആണ്. എത്രയാ അറി 50 ഹെർട്സ്. ആവൃത്തി എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ മുമ്പ് പഠിച്ചാണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന പരിവൃത്തികളുടെ എണ്ണമാണ് ആവൃത്തി. ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന പരിവൃത്തികളുടെ എണ്ണമാണ് ആവൃത്തി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നോക്കി, 50 ഹെർട്സ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായപ്പോ? അതിന്റെ അർത്ഥം മനസ്സിലായോ? ഒരു സെക്കൻഡിൽ 50 സൈക്കിള്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്റെ വീട്ടിലേക്ക് വരുന്ന കറണ്ട് ആവൃത്തി 25 ഹെർട്സ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? 25 ഹെർട്സ് ആണ് എന്റെ വീട്ടിലേക്ക് വരുന്ന കറണ്ട് ആവൃത്തി എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ ഉണ്ടാവും? 25 സൈക്കിൾ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: പദജോടി ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. ഫിസിക്സിലൊക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാ വരിക. നമ്മളിപ്പോ എക്സാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങള്. അതില് എ ക്വസ്റ്റ്യൻ എങ്ങനെ വരിക? നമ്മളെ വീട്ടിലേക്ക് വീട്ടിലേക്ക് വരുന്ന കറണ്ടിന്റെ വോൾട്ടേജ് പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരു 230 തരും. വോൾട്ടേജ് തരും 230 ക്വസ്റ്റ്യൻ തരും. എന്നിട്ട് രണ്ടാമത്തെ ആവൃത്തി ഡാഷ് എന്ന് പറയും. ആവൃത്തി ഡാഷ്. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കറണ്ട് വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ട് അല്ലേ? ആവൃത്തി എത്രയാണ്? 50 ഹെർട്സ് ആണ്. നോട്ട് ചെയ്ത് നോക്കട്ടാ, 50 ഹെർട്സ് ആണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കറണ്ടിന്റെ ആവൃത്തി. ചോദിക്കാറുണ്ട്, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ വീട്ടിലേക്ക് അപ്പൊ നേരിട്ട് ചോദിക്കാറുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കറണ്ടിന്റെ ആവൃത്തി എത്രയാ? 50 ഹെർട്സ്. ജൂബിലെ നേരിട്ട് ജൂബിലെ സാറേ, ആ ഞങ്ങളിവിടെ ഈ റോഡിന്റെ അകത്തെ ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ, അതിങ്ങനെ മിന്നി കത്തലാണ്. അപ്പൊ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം അതിൽ കറണ്ട് കുറവെന്നല്ല, ഫ്രീക്വൻസി കുറവെന്നല്ല, ബൾബിന്റെ പ്രശ്നമാണ്. അതാ ബൾബിന്റെ തകരാറാണ്, അല്ലാതെ വരുന്ന കറണ്ടിന്റെ പ്രശ്നമല്ല. ഓക്കെ, നമ്മളെ വീട്ടിൽ വരുന്ന കറണ്ട് ഏകദേശം എല്ലാ ലൈനിലൂടെയും 50 ഹെർട്സ് വരുന്നുണ്ട്. ആവൃത്തി അങ്ങനെ കുറയൊന്നുമില്ല. വോൾട്ടേജ് അല്ല, അത് മിന്നിക്കത്തുന്ന നമ്മള് LED-കളൊക്കെ മിന്നിക്കത്തൂലേ? LED-കളൊക്കെ മിന്നിക്കത്താണ്ടില്ലേ? അത് വേറെ പരിപാടിയാണ്, ഡയോഡ് വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ, അല്ലാതെ ഇതിന്റെ പരിപാടിയല്ല. കറണ്ടിന്റെ ഈ ആവൃത്തിയിലെ മാറ്റമല്ല. അത് ഡയോഡ് ഉണ്ട്, ഒരു ഭാഗത്ത് മാത്രം കറണ്ട് കറക്കിയുള്ള സാധനം ഉണ്ട്, ഒരേ ഭാഗത്ത് മാത്രമേ കറണ്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അപ്പുറത്തെ സൈക്കിൾ കിട്ടൂല. അങ്ങനെയൊക്കെ ഒരു പരിപാടി ഉണ്ട്. അതാണ് ഈ മിന്നിക്കത്തുന്ന ബൾബുകൾ, അല്ലാതെ ഫ്രീക്വൻസിയിൽ മാറ്റം വരുന്നതല്ല. ഓക്കെ, അത് ഡയോഡാണ്. അത് നിങ്ങൾക്ക് വലിയ ക്ലാസ്സുകൾ പഠിക്കുന്ന സംഭവമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം കിട്ടിയോ? എന്നാ ഇനി ഒന്നുകൂടി ആവൃത്തി കിട്ടി. ഇനി പുതിയൊരു പീരിയഡ് ആവൃത്തി കിട്ടി. ഈ പീരിയഡ് എന്ന് പറയുന്ന സംഭവം പുതിയ ക്യാപിറ്റൽ പി എന്ന ലെറ്ററോടെ ഉപയോഗിക്കാം. പീരിയഡ് നമ്മൾ സാധാരണ സ്കൂളൊക്കെ പീരിയഡ് ഉണ്ട് അല്ലേ? സ്കൂളൊക്കെ പീരിയഡ് ഇല്ലേ? എന്തിനാണ് പീരിയഡ് ആക്കി തിരിക്കുക? സമയത്തിനെയാണ് പീരിയഡ് ആക്കി തിരിക്കുന്നത് അല്ലെ? നമുക്ക് 5 മണിക്കൂറുണ്ട്, അതിനെ 3/4 മണിക്കൂറിന്റെ 5-6 ഭാഗമായിട്ട് തിരിക്കും, പീരിയഡുകളായിട്ട് മാറ്റും. അപ്പൊ സമയവുമായി ബന്ധപ്പെട്ട ടൈമുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് പീരിയഡ് എന്ന് പറയുന്നത്. സമയവുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് പീരിയഡ്. അപ്പൊ പീരിയഡ് എന്ന സമയം മനസ്സിലാക്കി വെക്കുക. മനസ്സിലായോ? പീരിയഡ് എന്ന വാക്ക് കേൾക്കുമ്പോൾ ടൈം ആണെന്ന് മനസ്സിലാക്കി വെക്കുക. റെഡി? എന്തിന്റെ പീരിയഡ്, എന്തിന്റെ ടൈം എന്ന് പറയണ്ടേ? പീരിയഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തിന്റെ എന്ന് പറയണ്ടേ? ഇവിടുത്തെ പീരിയഡ് എന്ന് പറഞ്ഞാല് ഈ ആർമേച്ചർ അത് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് പീരിയഡ് എന്ന് പറയുന്നത്. ആർമേച്ചർ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് പീരിയഡ്, ആർമേച്ചറിന്റെ പീരിയഡ്. മനസ്സിലായോ? ആർമേച്ചർ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ, അങ്ങനെ കറങ്ങിട്ടേ ഇങ്ങനെ ഞാൻ ആർമേച്ചർ ആണെങ്കിൽ
ഞാൻ 1 സെക്കൻഡോട് 90 ഡിഗ്രി തിരിഞ്ഞു, 2 സെക്കൻഡോട് 180 ഡിഗ്രി തിരിഞ്ഞു, 3 സെക്കൻഡോട് 270 ഡിഗ്രി തിരിഞ്ഞു, 4 സെക്കൻഡോട് 360 ഡിഗ്രി തിരിഞ്ഞെങ്കിൽ ഞാൻ എന്ന ആർമേച്ചറിന്റെ പീരിയഡ് എന്ന് പറയുന്നത് 4 സെക്കൻഡ് ആണ്. മനസ്സിലായോ? ആർമേച്ചറിന്റെ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് എന്ന് പറയുന്നത് അതിന്റെ പീരിയഡ് എന്ന് പറയുന്നത്. അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ ടി ആണ്. അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ ടി ആണ്. അഥവാ ഇതാണ് ക്യാപിറ്റൽ ടി. മുഴുവനായി ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ക്യാപിറ്റൽ ടി, അല്ലെ? ആർമേച്ചർ മുഴുവനായി ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ക്യാപിറ്റൽ ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താവും? T/2 എന്നാവൂലേ? പകുതി സമയം അല്ലേ? ഇവിടെയോ കാഭാഗം T/4 അല്ലേ? 4/1 അല്ലെ? 4/1 T/4 ആണ്. ഇവിടെയോ 3T/4 ആണ്. 4/3. അപ്പൊ ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ തിരിനോട്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഫിഗറും ഒരു അതിൽ കോളം കണ്ടല്ലേ? കോളം കണ്ട അതിൽ പരമാവധി ഇല്ല 0 എന്നൊക്കെ നമ്മൾ എഴുതാണ്ടാവും. അത് എഴുതിക്കൊണ്ടു എപ്പോഴൊക്കെയാണ് പരമാവധി ആവുക, എപ്പോഴൊക്കെയാണ് 0 ആവുക എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ സമയം കൂടി നോട്ട് ചെയ്ത് വെക്കുക. റെഡി? ഇങ്ങനൊരു കാര്യങ്ങൾ കേട്ടോളൂ, നോക്കിക്കോളൂ. എന്തൊക്കെ ആവൃത്തി എന്താണെന്ന് പഠിച്ചു. ആവർത്തനം എന്താ? ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന പരിവൃത്തികളുടെ എണ്ണം, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന സൈക്കിളുകളുടെ എണ്ണം. പീരിയഡ് എന്ന് പറയുന്നത് ആർമേച്ചറിന്റെ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് എന്ത് പീരിയഡ് എന്ന് പറയുന്നത്. ഈ ആവൃത്തിയും പീരിയഡും തമ്മിലൊരു ബന്ധമുണ്ട്. ആവൃത്തിയും പീരിയഡും തമ്മിലൊരു ബന്ധം. എഫിനുമാണ് നമുക്ക് ഇക്വേഷൻ ഇല്ല. എഫിന്റെ ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് അല്ലേ? നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് എഫ് എന്ന് പറയുന്നത്. അപ്പൊ എഫ് ഈക്വൽ ടു n/t എന്നാണ് പറയാം. What is n? n is the ചെക്ക് ഉണ്ടോ? എല്ലാവർക്കും ചെക്ക് ഉണ്ടോ? ചെറിയ മാധ്യമം ഇറങ്ങിയിരിക്കും കേട്ടോ. നോക്കിക്കോ. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈക്കിൾസ് ആണ്, അഥവാ സൈക്കിളുകളുടെ എണ്ണമാണ് n എന്ന് പറയുന്നത്. t എന്ന് പറയുന്നത് സമയമാണ്. ഓക്കെ, അപ്പോ ഇതാണ് ആവൃത്തി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ f equal to n/t. എന്താണ്? സെക്കൻഡ്, ഒരു സെക്കൻഡ് ഉണ്ടാകുന്ന സമയങ്ങളുടെ എണ്ണം. ഇനി എഫും ടിയും തമ്മിലുള്ള ബന്ധമുള്ള ഇക്വേഷൻ ആണ് f equal to 1/t. f equal to 1/t. ഈ 1ന്റെ ഒരു കുറിപ്പ് കെട്ടുള്ളൂ. അതേ കുറച്ചു കാലം കഴിഞ്ഞ് വായിക്കുമ്പോഴേ അയ്യായിരിക്കൊക്കെ തോന്നും. കറണ്ടില്ല അയ്യായിരിക്കൊക്കെ തോന്നും. അപ്പൊ ഇത് വെച്ചോണ്ടു ഒന്നാം മനസ്സിലാക്കി എഴുതി വെച്ചോണ്ടു. I/t അല്ല 1/t ആണ്. f equal to 1/t ആണ്. ഈ ഇക്വേഷനും ഈ രണ്ട് ഇക്വേഷനും ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല. എഴുതി വെച്ചോ. സൈഡിൽ ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ എഴുതി വെച്ചോ. എഫിന്റെ രണ്ട് ഇക്വേഷന് f equal to n/t, f equal to 1/t. സാറേ n എന്താ? n നമ്പർ ഓഫ് സൈക്കിൾസ് അഥവാ പരിവൃത്തികളുടെ എണ്ണം. n എന്ന ലെറ്റർ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക എണ്ണത്തിനെയാണ് കേട്ടോ. എണ്ണം ഇവിടെ നമുക്ക് എണ്ണം പരിവൃത്തികളുടെ എണ്ണം അല്ലേ? സൈക്കിളുകളെ ഇതിന്റെ എണ്ണം എത്ര ഉണ്ട്? ഇതും കൂടുമ്പോ 1, ഇതും കൂടുമ്പോ 2, 1, അങ്ങനെ എത്ര സൈക്കിളുകൾ ഉണ്ടോ അത്രയുടെ എണ്ണമാണ് n എന്ന് പറയുന്നത്. അപ്പോ രണ്ട് ഇക്വേഷൻ ആവൃത്തി കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻ കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ പീരിയഡ് കണ്ടുപിടിക്കാത്ത ഇക്വേഷൻ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നു. നേഹയോടാണ് ചോദ്യം. നേഹ എഫ് ആവൃത്തി. നേഹ ഒരു ചോദ്യം. നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് ആവൃത്തി എത്രയാണ്? 50 ഹെർട്സ്. അങ്ങനെയാണെങ്കിൽ ആ ആർമേച്ചർ പീരിയഡ് ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ആർമേച്ചർ പീരിയഡ് ഉണ്ടാവുമല്ലോ. ഒരു കറങ്ങാനുള്ള സമയം ഉണ്ടാവുമല്ലോ. എത്രയാണത്? 50. വളരെ സിമ്പിൾ ആണ്. ചിന്തിച്ച പെട്ടെന്ന് ആൻസർ കിട്ടും. സാറേ ഒന്നുകൂടി പറയോ? ഒന്നുമില്ല.
നമ്മളെ വീട്ടിലേക്ക് വരുന്ന കറണ്ടിന്റെ ആവൃത്തി 50 ഹെർട്സ് ആണ്, എല്ലാവർക്കും അറിയപ്പോ അല്ലെ? ഒരു സെക്കൻഡിൽ 50 സൈക്കിൾ ഉണ്ടാവുന്ന എല്ലാവർക്കും അറിയാം, 50 ഹെർട്സ് ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിന്റെ പീരീഡ്, ആ ആർമേച്ചറിന്റെ പീരീഡ് എത്ര? ആർക്കെങ്കിലും അല്ലെങ്കിൽ കൈവിട്ടാം, ആർക്കെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ച് പറ. അൻഷാജെ ഉത്തരം തെറ്റാണ്, 50 ഉത്തരം തെറ്റാണ്. സാറേ ആ ഉത്തരം തന്നെ. എന്നാ 50 തെറ്റാണ്. 1 സെക്കൻഡ് ആണ് തുളസിദാസ്, അതും തെറ്റാണ്. അതിന്റെ യൂണിറ്റ് ശരിയാണ്, നന്നായിട്ടുണ്ട്. സെക്കൻഡേലും പറഞ്ഞല്ലോ, യൂണിറ്റ് സെക്കൻഡ് ആണ്. നമുക്ക് എല്ലാവർക്കും ഒരാൾക്ക് മനസ്സിലായിട്ടുണ്ട്, അത്ര വലിയ പോയിന്റ് ആണ്. പീരിയഡിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞ സെക്കൻഡ് സമയല്ലേ, സമയമാണ്, സെക്കൻഡ് ആണ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. നല്ല സന്തോഷമുണ്ട്. അടുത്ത നികിത, ആരെങ്കിലും ഒരാൾ ഷിപ്പിലെ, നന്ദു, റമീസ, ആർക്കെങ്കിലും? സാറേ ആ 50/1. അല്ല ശരിയില്ല, 50/1. 0.10 സെക്കൻഡ്. സായനൊക്കെ കറക്കി കുത്തിയ വെറുതെ ഓരോരുത്തർ. സാറേ ആ 50/1 ആണോ? 50/1 എന്ന് പറഞ്ഞാൽ 50 തന്നെയല്ലേ? നോക്കാം, നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, നോക്കിക്കോളൂ എങ്ങനെയാണ് നോക്കൂ. F=equation പറഞ്ഞേ, F=equation പറഞ്ഞേ. F=n/t. എന്നോട് നമുക്ക് തന്നിട്ടില്ല. രണ്ടാമത്തെ ഇക്വേഷൻ പറ, നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? 1/t. 1/t. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് t ആണ്. ടിയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ എഴുതണ്ടേ? പീരിയഡ് അല്ലേ കണ്ടുപിടിക്കാൻ ചോദിച്ചേ, ടിയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ എഴുതണ്ടേ? അതിൽ എഫ് നമുക്ക് തന്നിട്ടില്ലേ? എഫ് എത്രയാ? 50 ഹെർട്സ്. 50. അപ്പൊ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടി നെ കൊണ്ടുവരാൻ എഫ് നെ കൊണ്ടുപോവാ. ടി ഈക്വൽ ടു എന്താവും? 1/f എന്നാവൂലേ? ആവൂലേ? അപ്പൊ ഈക്വൽ ടു 1/15 അല്ലേ? ഇത്രയുള്ളൂ. അപ്പൊ എഴുതി വെച്ചോളി, ടി ഈക്വൽ ടു 1/f എന്ന ഇക്വേഷൻ എഴുതി വെച്ചോളി കേട്ടോ. ഓക്കെ, എഫ് ഈക്വൽ ടു 1/t എന്ന് വന്ന് ടി ഈക്വൽ ടു 1/f ഉണ്ടാക്കാൻ വയ്ക്കാത്ത പ്രശ്നം അപ്പത്. ഓക്കെ, അപ്പൊ ഇത് ഇക്വേഷൻ വേറെ തന്നെ ഇക്വേഷൻ എഴുതിച്ചോളൂ. പീരിയഡ് ഈക്വൽ ടു ടി ഈക്വൽ ടു 1/f എന്ന് എഴുതിച്ചോളൂ കേട്ടോ. മൂന്നാമത്തെ ഇക്വേഷൻ ഏതാ ഞാൻ പറയുന്നില്ല കുട്ടികളോട്, കാരണം എഫ് ഈക്വൽ ടു 1/t എന്ന് പറഞ്ഞാൽ ടി ഈക്വൽ ടു 1/f ആണെന്നൊക്കെ അറിയാനല്ലോ. അപ്പൊ അറിയാത്ത സ്ഥിതിക്കുന്നത് ചോദിച്ചോളൂ, ടി ഈക്വൽ ടു 1/f എന്ന് എഴുതിക്കോളൂ കേട്ടോ. അപ്പൊ പീരിയഡ് ആവൃത്തി തന്നാൽ പീരിയഡ് കണ്ടുപിടിക്കാൻ കിട്ടുമോ? ആവൃത്തി തന്നാൽ പീരിയഡ് കണ്ടുപിടിക്കാൻ കിട്ടുമോ? ഒന്നും ചെയ്യേണ്ട, 1/t എഴുതി വെക്കുക. 1/t എഴുതി വെക്കുക. ജൂബിൽ മര്യാദ ക്ലാസ്സിൽ അടങ്ങിയിരിക്കണം, എണീറ്റിരിക്കടാ ജുബിലെ. സുഖവാസകത ബുക്ക് മുന്നിൽ വെച്ച് നേരെ മര്യാദക്ക് ഇരിക്കടാ. ഓക്കെ, നോക്കൂ. അപ്പൊ എന്താ ചെയ്യണ്ടേ? ടി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ നേരെ 1/t എഴുതി വെക്കുക, ആൻസർ ആവും. ഓക്കെ, അപ്പൊ ടിയുടെ യൂണിറ്റ് സെക്കൻഡ് ആണ്. കിട്ടിയ പലതും തലയിൽ കേൾക്കുന്നുണ്ടാവും, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാ പറയണേ. ഓക്കെ, അപ്പൊ എന്നാ കേട്ടോളൂ. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നത് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതിലുള്ളൂ, കുറച്ച് കൺഫ്യൂഷനുള്ള ഏരിയ ആണ്, അതാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത് കേട്ടോ. കാരണം ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പറഞ്ഞ് തന്നാൽ തന്നെ മനസ്സിലാവില്ല, അങ്ങനത്തെ ഏരിയയാണ്. ഇത്ര നിങ്ങൾക്ക് എന്താ തീരെ ക്യാച്ച് ചെയ്യാൻ പറ്റാത്തവര് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നോക്കി വെച്ചാൽ മതി. എപ്പോഴാണ് AC-യുടെ ഒരു സൈക്കിൾ എടുക്കുക? നമ്മളൊന്ന് പഠിച്ചെന്താന്ന് വെച്ചാല് ആർമേച്ചറിലേക്ക് പ്രേരിതമാവുന്ന വൈദ്യുതി AC ആണെന്ന് പറഞ്ഞു അല്ലെ? AC ജനറേറ്ററിലും DC ജനറേറ്ററിലേക്കും ആർമേച്ചറിലേക്ക് കിട്ടുന്ന വൈദ്യുതി എന്ന് പറയുന്നത് ഏതാ? AC ആണ്. ആ AC എങ്ങനെയാണ് കിട്ടുക എന്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. എങ്ങനെ കിട്ടുക? ആർമേച്ചർ തിരിയുന്ന സമയം മുഴുവൻ ആർമേച്ചറിലേക്ക് എന്ത് കിട്ടുന്നില്ല? EMF പ്രേരിതമാവുന്നില്ല. കാരണം ആ സമയത്തൊന്നും ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടാവുന്നില്ല. ചില സമയങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഫ്ലക്സിന് മാറ്റം വരുന്നുള്ളൂ. ആ രണ്ട് സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഫ്ലക്സിന് മാറ്റം വരുന്ന സന്ദർഭം ഏതാ? കാന്തിക ബലരേഖകളും കാന്തിക ബലരേഖകളും
വശങ്ങളും തമ്മിൽ ലംബമാകുമ്പോൾ അങ്ങനെ പഠിച്ചെടുക്കുക. മനസ്സിലാവാത്ത ആൾക്കാർ ഇങ്ങനെ പഠിച്ചെടുക്കുക. എപ്പോഴാ കറണ്ട് കിട്ടുക ചോദിച്ചാൽ ആർമേച്ചറിന്റെ വശങ്ങളും കാന്തിക ബലരേഖകളും തമ്മിൽ ലംബമാവുമ്പോൾ കറണ്ട് കിട്ടും, EMF കിട്ടും. അത് 90 ഡിഗ്രിയാണ് ലംബമാവുക. 180 ഡിഗ്രി തിരിഞ്ഞു, അപ്പൊ സമാന്തരമായി. സമാന്തരമാകുമ്പോ കിട്ടുക? കിട്ടൂല. വീണ്ടും ലംബമാവുമ്പോഴല്ലേ കിട്ടുള്ളൂ. ആ ലംബമാവുമ്പോൾ കിട്ടുന്ന സമയത്താണ് 270 ഡിഗ്രി. റെഡി? അപ്പൊ ലംബമാവുമ്പോ കറണ്ട് കിട്ടുന്നു, സമാന്തരമാവുമ്പോ കറണ്ട് കിട്ടുന്നില്ല. ആരൊക്കെ തമ്മിൽ എന്ന് പറയണം? കാന്തിക ബലരേഖകളും ആർമേച്ചറിന്റെ വശങ്ങളും തമ്മിൽ ലംബമാവുമ്പോഴാണ് കറണ്ട് കിട്ടുക. റെഡി? റെഡി? അങ്ങനെയാണെങ്കിൽ ആർമേച്ചറിന് ഒരു ആവൃത്തി ഉണ്ടായിരിക്കും. എന്താ ആവൃത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന സൈക്കിളുകളുടെ അല്ലെങ്കിൽ പരിവൃത്തികളുടെ എണ്ണമാണ് ആവൃത്തി എന്ന് പറയുന്നത്. ഇക്വേഷൻ F equal to N by T എന്ന് പറയുന്നത്. What is N? N is the number of cycles. Number of cycles അഥവാ പരിവൃത്തികളുടെ എണ്ണം. പിന്നെയോ T എന്ന് പറഞ്ഞ സമയമാണ്. T നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, സമയമാണ്. ഇവിടെ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞിട്ടുണ്ട്, പീരിയഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് പീരിയഡ്? പീരിയഡ് എന്താ? പീരിയഡ് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന, ഒരു പൂർണ്ണ ഭ്രമണത്തിന് എടുക്കുന്ന സമയമാണ് എന്ന് പറയുന്നത് അതിന്റെ പീരിയഡ് എന്ന് പറയുന്നത്. പീരിയഡും ആവൃത്തിയും തമ്മിലുള്ള ബന്ധം എന്താ? F equal to 1 by T അല്ലെങ്കിൽ T equal to 1 by F. രണ്ടും വ്യുൽക്രമത്തിൽ എഴുതി വെക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ AC കിട്ടിയത് എങ്ങനെ മനസ്സിലായോ? AC കിട്ടിയത് എങ്ങനെ മനസ്സിലായോ? ഓക്കെ ആണ്. ഇന്ന് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ചോദിച്ചോളൂ. കുറച്ച് കൺഫ്യൂഷൻ ഏരിയയാണ് ഈ ഭാഗത്തിൽ കഴിഞ്ഞാൽ. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത ഏതാണ്? കൺസെപ്റ്റുകളാണ്, തത്വങ്ങളാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ എക്സാമിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ. ഇപ്പൊ ഞാനേ ക്ലാസ് ഫുൾ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞ് 7 ചാപ്റ്റർ കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞ് അവസാനം ചോദിക്കണേ, റിവിഷൻ തുടങ്ങുമ്പോൾ എന്നോട് ചോദിക്കും നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണ് എടുക്കേണ്ടത് ചോദിച്ചാൽ ആദ്യമാണ് ചാപ്റ്റർ ഏതൊക്കെയാണെന്ന് അറിയോ? 3-ാം ചാപ്റ്റർ പറയാം. പക്ഷെ സംഭവങ്ങൾ കിട്ടിയ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. കാരണം ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ഈ ചാപ്റ്ററിനാണ്. ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ വൈദ്യുത കാന്തിക പ്രേരണം എല്ലാവർക്കും കിട്ടിയില്ല. വൈദ്യുത കാന്തിക പ്രേരണം എന്താണെന്ന് എല്ലാവർക്കും കിട്ടിയില്ല? കിട്ടിയില്ലേ? ഓയ്, വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഐഡിയ മനസ്സിലായില്ല. കാരണം ഉണ്ടാക്കുന്ന പ്രവർത്തനം മനസ്സിലായില്ലേ? അത് വെച്ചിട്ട് ഉപകരണങ്ങൾ പഠിച്ചില്ലേ? AC ജനറേറ്റർ, DC ജനറേറ്ററിന്റെ വർക്കിംഗും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ? വൈദ്യുത കാന്തിക പ്രേരണം വെച്ച് വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളാണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? പഠിച്ചു. അതിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ വന്നിരുന്നു. എഴുതിയോ നിങ്ങള്? എഴുതിനോ? പേപ്പർ നോക്കണേ. ഞാൻ ആദ്യം 3 ആൾക്കാരെ ശരിക്കും 3 ആൾക്കാരെ സംഭവം ചെക്ക് ചെയ്ത് നോക്കി. എന്ന് വെറുതെ ആൻസർ ഇട്ട് നോക്കി വാട്സപ്പില്. 10, 180, 200 കുട്ടികളൊക്കെ ഉണ്ട്. അതിൽ 3 ആൾക്കാർ ജസ്റ്റ് ഫസ്റ്റ് വന്ന ആൾക്കാരെ, ഫസ്റ്റ് ആൻസർ ചെയ്ത ആൾക്കാർ ജസ്റ്റ് നോക്കുമ്പോ നോക്കിയ 3 ആൾക്കാർക്കും 20 ഉണ്ട്. ഫസ്റ്റ് അയച്ച ആൾക്കാരെ ചിന്തിച്ചാൽ ആദ്യം എന്താ എക്സാം എഴുതി കഴിഞ്ഞ് പെട്ടെന്ന് സെൻഡ് ചെയ്ത ആൾക്കാരുണ്ടാവില്ല. അതിൽ 3 ആൾക്കാരെ പേപ്പർ ഞാൻ നോക്കിയിട്ടുണ്ട്. ആ 3 ആൾക്കാർക്കും നോക്കിയ 3 ആൾക്കാർക്കും മുഴുവൻ മാർക്കുണ്ട്. അപ്പൊ ബാക്കിയുള്ള അവസ്ഥ എന്താ എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ പേപ്പർ കിട്ടിയിട്ടാണ് എല്ലാവരും നോക്കുന്നത്. അപ്പൊ പേപ്പറൊക്കെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ടാവും കരുതുന്നു. അതിലെങ്ങാനും മാറ്റം വരുത്തിയാണ്ടല്ലോ വെട്ടും കുത്തും കണ്ടാ ഞാൻ നോക്കും. ഓക്കെ, ഇനി പുതിയ അവിടെ പിന്നെ പറയാം. എത്ര സമയത്തിനായി നോക്കി? സമയത്തിനായി 9 മണി ആവണുള്ളൂ. ലാസ്റ്റ് വൈദ്യുത കാന്തിക പ്രേരണം വെച്ച് വർക്ക് ചെയ്യുന്ന അടുത്തൊരു ഉപകരണമാണ് ഇനി പറയാൻ പോകുന്ന ചലിക്കും ചുരുൾ മൈക്രോഫോൺ. എന്താണ് ചലിക്കും ചുരുൾ മൈക്രോഫോൺ? ലാസ്റ്റ് നോക്കൂ, ആ സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷനും ഒക്കെ കഴിഞ്ഞ് മറിക്കാൻ എടുക്കുന്നുണ്ട്. കണ്ടോ? ചലിക്കും ചുരുൾ മൈക്രോഫോൺ കണ്ടോ? ഇല്ല, എവിടെയാണ്? ആണ് പോട്ടെ, മുന്നിൽ പോട്ടെ. ചലിക്കും ചുരുൾ മൈക്രോഫോൺ എന്നുണ്ടാവും. ആ പേര് നമ്പർ കിട്ടിയ കിട്ടിയ ആൾക്കാർ പേര് നമ്പർ പറ. 60ാമത്തെ 60ാമത്തെ പേജ് നോക്കി എല്ലാവരും.
സംഭവം എന്താ ഇനി ഇപ്പൊ നിങ്ങൾ 2-4 പേജ് മറിച്ചു പോയില്ലേ? അതിലൊക്കെ നമ്മൾ പ്രതിഭാസങ്ങൾ വരുന്നുണ്ട്. ശരിക്കും നമ്മൾ ഈ ചലിക്കുന്ന മൈക്രോഫോണ്, ഈ AC ജനറേറ്റർ, DC ജനറേറ്റർ ഇല്ലേ, ആ ഭാഗത്ത് പറയേണ്ട ടോപ്പിക്കാണത്. അത് കുറെ അപ്പുറം കൊണ്ട് എത്തിക്കാണ്. സത്യം നോക്കിക്കോളൂ. ഇതിന്റെ വർക്കിംഗ് കാരണം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ. വൈദ്യുത കാന്തിക പ്രേരണ തത്വം വെച്ച് വർക്ക് ചെയ്യുന്ന 2 ഉപകരണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാ? ഒന്ന് AC ജനറേറ്ററും 2 DC ജനറേറ്ററും അല്ലെ? ഒന്ന് AC ജനറേറ്ററും 2 DC ജനറേറ്ററും അല്ലേ? ഇനി മൂന്നാമത്തെ ഒരു ഉപകരണം കൂടിയുണ്ട്. ആ വീഡിയോ ഓൺ ആക്കുക. എന്താണ്? ദിയ, അംഷിത്, ഷിജിൽ, നികിത, ജുബില് വീഡിയോ ആക്കില്ലേ? അപ്പൊ മൂന്നാമത്തെ ഒരു ഉപകരണത്തെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതിന്റെ പേരാണ് ചലിക്കും ചുരുൾ മൈക്രോഫോൺ. എന്താ സാധനം? നിഷ്മലെ ഇത് സാധനം കണ്ടുക്കണോ? നിഷ്മൽ, ഈ പറയപ്പെട്ട സാധനം കണ്ടുക്കണോ? ചലിക്കുരുൾ മൈക്രോഫോൺ കണ്ടുക്കണോ? ക്ലിയർ സാറേ. ചലിക്കും ചുരുൾ മൈക്രോഫോൺ താങ്കൾ കണ്ടിട്ടുണ്ടോ? റമീസ, ഈ കണ്ടുക്കണോ? ചലിക്കും ചുരുൾ മൈക്രോഫോൺ എന്താ? കണ്ടിട്ടില്ല. തുളസീദാസോ? അൻഷിതോ? അൻഷിത കണ്ടുക്കണോ? ഇല്ല. എന്നാ കണ്ടു. നമ്മളെ സാധാരണ പാട്ട് പാടുന്ന മൈക്കില്ലേ, പാട്ട് പാടുന്ന പ്രസംഗിച്ച മൈക്കില്ലേ, അതിനെ കുറച്ചൊന്ന് മോഡേൺ വൽക്കരിച്ച് പറയുന്ന പേരാണ് ചലിക്കും ചുരുൾ മൈക്രോഫോൺ. നമ്മുടെ മൈക്ക് തന്നെയാണ്. മൈക്ക് സാധാരണ മൈക്കാണ് ചലിക്കും ചുരുൾ മൈക്രോഫോണ്. പാട്ട് പാടുന്ന മൈക്കേ. അപ്പൊ അതിന് വേറെ രീതിയിൽ പറയാണ് മൈക്രോഫോൺ കേട്ടാൽ അറിയാം മൈക്കാണ്. അന്തല്ലവർക്ക് മനസ്സിലാവും. എന്താ കേട്ടോളൂ. അതിന്റെ ഉപയോഗം എന്താ? മൈക്കിന്റെ ഉപയോഗം എന്താ? എന്തിനാ മൈക്ക്? അലീന, എന്തിനാ മൈക്ക്? അലീന, നമ്മുടെ സൗണ്ട് കേൾക്കും. ചൈനീസ് ഭാഷ ഞാൻ പഠിച്ചിട്ടില്ല. ശരിക്കും മനസ്സിലാവും, ഒന്നും തിരിയുന്നില്ല. ചെറിയ ശബ്ദത്തെ വലിയ ശബ്ദമാക്കാൻ നിഷ്മലെ ഉഷാറായിരിക്കണം. ചെറിയ ശബ്ദത്തെ വലിയ ശബ്ദമാക്കുന്നു. വേറെ ആർക്കെങ്കിലും വേറെ ആൻസർ ഉണ്ടോ? എന്തായാലും തലവെപ്പ് നിങ്ങൾക്ക് ഉറപ്പായിരുന്നു. അടുത്ത പറയാം. നേഹക്ക് ആൻസർ ഉണ്ടോ? ഷിജില്, അനൂന, റമീസ, അജീബിന് ആൻസർ ഉണ്ടോ? നമ്മള് പതുക്കെ പറയുമ്പോ ഭയങ്കര ഉച്ചതയില് സൗണ്ട് കേൾപ്പിക്കുന്ന ആളാണ് മൈക്ക്. അല്ലേ? അത് പൊട്ട തെറ്റാണ്. മൈക്കിന്റെ പണി അതൊന്നും അല്ല മക്കളെ. നമ്മൾ ഇത് ഇനിയെങ്കിലും തെറ്റാതെ പറയണം. മൈക്ക് ചെയ്യുന്ന പണി എന്താണെന്ന് ഞാൻ പറയാൻ പോവാണ്. ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ചലിക്കും ചുരുൾ മൈക്രോഫോൺ എന്ന് പറയുന്നത് വൈദ്യുത കാന്തിക പ്രേരണ തത്വം വെച്ച് വർക്ക് ചെയ്യുന്ന ഉപകരണം എന്നാണ് പറഞ്ഞത് അല്ലെ? വൈദ്യുത കാന്തിക പ്രേരണ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് മൈക്രോഫോൺ, മൈക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പണി എന്തെങ്കിലും ചിന്തിക്കുക. വൈദ്യുത കാന്തിക പ്രേരണ എന്ന് പറഞ്ഞാൽ എന്താ? വൈദ്യുതി ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ് അല്ലേ? വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറഞ്ഞാൽ എന്താ? വൈദ്യുതി ഉണ്ടാക്കിയെടുക്കുന്ന പ്രവർത്തനത്തെയാണ് വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്നത്. ചാർജ് സംഭരിച്ച് തകർക്കല്ലേ? ചാർജ് സംഭരിക്കുന്ന പണിയൊന്നും മൈക്കിനില്ല. കേട്ടോ? ഞാൻ പറയാം. ഇനി ഉത്തരം പറയണ കേട്ടോളൂ. മൈക്രോഫോണിന്റെ പണി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ശബ്ദമല്ലേ, ശബ്ദം. ഞാനിപ്പോ സംസാരിക്കുന്ന ശബ്ദം അത് നേരെ നമുക്ക് സ്പീക്കറിലൂടെ നല്ല ഉച്ചതയിൽ കേൾക്കുന്നുണ്ട്. നിങ്ങളെ കുറ്റം പറഞ്ഞ കാര്യമില്ല. കാരണം മൈക്കിൽ സംസാരിക്കുമ്പോൾ അത് ഉച്ചതയിൽ പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. സംഭവം ശരിയാണ്. പക്ഷെ ഈ മൈക്ക് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബ്ദത്തിനെ കറണ്ട് ആക്കി മാറ്റലാണ്. ഉച്ചത കൂട്ടുന്നതിൽ യാതൊരു പങ്കും ആർക്കില്ല, മൈക്കിനില്ല. മൈക്ക് ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ശബ്ദത്തെ, ഞാൻ പറയുന്ന ശബ്ദത്തെ നേരെ തിരിച്ചെന്താക്കി മാറ്റും? കറണ്ടാക്കി മാറ്റുക. എന്താക്കി മാറ്റും? വൈദ്യുതിയാക്കി മാറ്റുന്ന ആളാണ് മൈക്ക്. മനസ്സിലാവുണ്ടോ?
ആ മൈക്കിൽ നിന്നാൽ കറണ്ട് നേരെ ഒക്കെ പോവാ ഒരു കറുത്ത പെട്ടിയില്ലേ, കറുത്ത പെട്ടി ആംപ്ലിഫയർ എന്ന് പറയും. ആംപ്ലിഫയർ തിരിച്ചു കൊടുക്കൂലേ കുറെ ആൾക്കാർ ഇരുന്നാലേ, അതിനാണ് ആംപ്ലിഫയർ. അതാണ് ശക്തി വർദ്ധിപ്പിക്കുന്ന ആള്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഉച്ചതയിൽ ശബ്ദം കേൾക്കുന്നതിന്റെ കാരണം ആംപ്ലിഫയർ ആണ് ശക്തി വർദ്ധിപ്പിക്കുന്ന ആള്, മൈക്കല്ല. മൈക്ക് ചെയ്യുന്ന പണി എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദത്തിനെ എന്താക്കി മാറ്റുന്നു? വൈദ്യുതിയാക്കി മാറ്റുന്നു. അതെവിടെ ചെയ്യുന്നത്? ഇത് തെറ്റരുത്. ഞാൻ നമ്മുടെ ആൻസർ പറയട്ടെ. നമ്മുടെ മൈക്ക് ചെയ്യുന്ന മൈക്രോഫോൺ ചെയ്യുന്ന പണി എന്താ? ശബ്ദത്തിനെ എന്താക്കി മാറ്റും? വൈദ്യുതിയാക്കി മാറ്റും. ആ വൈദ്യുതിയെ എന്താക്കി മാറ്റും? ആംപ്ലിഫയർ വൈദ്യുതിയുടെ ശക്തി വർദ്ധിപ്പിക്കും. എന്ത് വർദ്ധിപ്പിക്കും? ശക്തി വർദ്ധിപ്പിക്കും. ആ ശക്തി വർദ്ധിപ്പിച്ച സിഗ്നൽ ആണ് എന്ത് ചെയ്യുന്നത്? സ്പീക്കറിലേക്ക്, ബോക്സിലേക്ക് എത്തുക. അപ്പൊ ബോക്സ് എന്താ ചെയ്യാ? ബോക്സ് വരുന്നത് കറണ്ട് അല്ലേ, വരുന്നത് കറണ്ട് അല്ലേ, അതിന് പുറത്തുകൂട്ട കറണ്ട് പുറത്തുകൂടെ നമുക്ക് കേൾക്കാൻ പറ്റുമോ? കറണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ തിരിച്ചും തന്നെ ആക്കണം. കറണ്ടിനെ ശബ്ദം തന്നെ ആക്കണ്ടേ? കറണ്ടിനെ ശബ്ദം തന്നെ ആക്കണ്ടേ? ആക്കണ്ടേ? ആ സ്പീക്കറ്. മനസ്സിലായോ? അപ്പൊ മൈക്കിനും സ്പീക്കറിനും ഉച്ചത കൂട്ടുന്നതിൽ യാതൊരു പങ്കും ഇല്ല. എന്തൊക്കെയോ സിമ്പിളാക്കും. അപ്പൊ കേട്ടോ എന്താ പറഞ്ഞത്? മൈക്കിനും സ്പീക്കറിനും ശബ്ദത്തിനും ഉച്ചതയിൽ മാറ്റം വരുത്തുന്നതിൽ യാതൊരു പങ്കും ഇല്ല. റെഡി? കേൾക്കുന്നുണ്ട് നിങ്ങള്? അപ്പോ മൈക്കിന്റെ പണി എന്താ? ശബ്ദത്തിനെ വൈദ്യുതിയാക്കി മാറ്റുക. കാരണം പ്രവർത്തന തത്വം എന്താ? വൈദ്യുത കാന്തിക പ്രേരണമാണ്. എന്നാ കേട്ടോളൂ, എന്നാ കേട്ടോളൂ. ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തായിരിക്കും? ബുദ്ധി ഇല്ലാത്തവർ പറയും ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതായിരിക്കും? വൈദ്യുതകാന്തിക പ്രേരണത്വം വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണല്ലോ സൈക്കിൾ മൈക്രോഫോൺ എന്ന് പറയുന്നത്. എടാ നോക്കിക്കണ്ട പറയുന്നില്ല. ഡയറക്ടർ നമുക്ക് ഇതിനൊക്കെ പറയാൻ ആവശ്യമില്ല. നല്ല ആളാണ്. കേട്ടോ, കേട്ടോളൂ. ഇതാണ് ഭാഗങ്ങൾ പറയാന് ഉണ്ടായിരിക്കും. എന്താണ് ഡയറക്ടർ പറയാൻ? ആ ഡയറക്ടറോട് ചേർന്നിട്ട് തോളിനോട് വേണ്ടേ? തോളിനോട് കണ്ടാണെങ്കിൽ തോളിനോട് വേണ്ടേ? ഏയ് വൈദ്യുതകാന്തിക പ്രേരണ നടക്കണമെങ്കിൽ തോളിനോട് വേണ്ടേ? വേണം. ആ നോക്കൂ, അതിനുള്ള ആ തോളിനോയില് ഇവിടെ ഒരു കാന്തം ഉണ്ടാവും, ഒരു ഭാഗം ഉണ്ടാവും. ഇതുണ്ടോ? ഇങ്ങനെ കണക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ഫിഗറും ഈ ഫിഗറും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് വർക്കിംഗ് കിട്ടിയ പോലെ ശ്രദ്ധിച്ചോളൂ, ശ്രദ്ധിച്ചോളൂ. ചലിക്കും ചുരുൾ മൈക്രോഫോണിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് ഡയഫ്രം. ഡയഫ്രം അഥവാ മൈക്കിന് മുന്നിലെ ഏറ്റവും ഒരു നേർത്ത പാളിയാണ് ഡയഫ്രം എന്ന് പറയുന്നത്. മൈക്കിന് മുന്നിലെ നേർത്ത പാളിയാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഇത് കണ്ടോ? സോളിനോയിഡ്. ഈ സോളിനോയിഡ് നമുക്കറിയാം. സോളിനോയിഡ് വേണം. അതിന് വിളിക്കുന്ന പേര് വോയിസ് കോയിൽ എന്നാണ് വിളിക്കുക. വോയിസ് കോയിൽ, വോയിസ് കോയിൽ വിളിക്കാം. വോയിസ് കോയിൽ എന്നാണ് വിളിക്കുക. അതിനർത്ഥം ഇതാണ് സ്ഥിരകാന്തം. സ്ഥിരകാന്തം ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇതാണ് ഒരു ചലിക്കുന്ന ചുരുൾ മൈക്രോഫോണിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. നീ ശ്രദ്ധിച്ചോ, ഇവിടെ നിന്ന് ശബ്ദം വരും. ഇതാണ് ശബ്ദം. ശബ്ദം വരും. എവിടെ വന്ന് തട്ടും? ഡയഫ്രത്തിൽ വന്ന് തട്ടും. ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനമാണ് അല്ലെ? എങ്ങനെ ശബ്ദം ഉണ്ടാവുക? വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാവുക അല്ലെ? 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാവുക. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ശബ്ദം എങ്ങനെയാ? എന്റെ ഈ വോക്കൽ കോഡിലെ സാധനമുണ്ട്, അത് കമ്പനം ചെയ്യുന്നത് മൂലമാണ് ചെയ്യുന്നത് ശബ്ദം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ ഈ ശബ്ദം എന്ത് ചെയ്യുന്നു? എവിടെ വന്ന് തട്ടുന്നു? ഡയഫ്രത്തിൽ വന്ന് തട്ടുന്നു. ഡയഫ്രത്തിൽ വന്ന് തട്ടുന്നു. അപ്പൊ ഡയഫ്രം കമ്പനം ചെയ്യൂലേ? ശബ്ദം ഈ ഡയഫ്രത്തിൽ വന്നിട്ട് ഡയഫ്രം കമ്പനം ചെയ്യൂലേ?
അഥവാ ഈ ഡയഫ്രം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകും. ആ ഡയഫ്രവുമായിട്ടാണ് ആരെ കണക്ട് ചെയ്തിട്ടുള്ളത്? ഈ വോയിസ് കോയിലിനെ നമ്മൾ ആർമേച്ചർ എന്ന് പറഞ്ഞ എന്താ ജനറേറ്റർ ആർമേച്ചർ എന്ന് പറഞ്ഞല്ലേ, അതിന് പകരം ഇവിടെ വിളിക്കുന്ന പേര് വോയിസ് കോയിൽ എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ വോയിസ് കോയിൽ എന്ത് ചെയ്യുന്നു? ആ ഡയഫ്രം കമ്പനം ചെയ്തതനുസരിച്ച് വോയിസ് കോയിൽ കമ്പനം ചെയ്യുന്നു. റെഡി റെഡി. ഈ വോയിസ് കോയിൽ കമ്പനം ചെയ്യുന്നത് എവിടെയാ? ഈ കാന്തത്തിന്റെ കാന്തിക മണ്ഡലത്തിലാണ്. ഈ കാന്തത്തിന്റെ കാന്തിക മണ്ഡലത്തിലാണ്. അപ്പൊ കാന്തിക ഫ്ലക്സിൽ മാറ്റം വരൂലേ? മാറ്റം വരൂലേ? കാരണം ഈ കാന്തിക ഫ്ലക്സിനെ എന്താ വോയിസ് കോയിലിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്. അപ്പൊ ഇതിന് ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സ് എന്ത് ചെയ്യും? മാറ്റം വരും. അങ്ങനെ മാറ്റം വന്നാൽ കറണ്ട് കിട്ടൂലേ? EMF കിട്ടൂലേ? വൈദ്യുതകാന്തിക പ്രേരണം നടക്കൂലേ? എവിടേക്ക് കിട്ടും? ഈ വോയിസ് കോയിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു EMF കിട്ടും. എന്ത് കിട്ടും? EMF കിട്ടും, കറണ്ട് കിട്ടും. ഓക്കെ, ആ കറണ്ട് ഇങ്ങനെ പോയിട്ട് എവിടെ കിട്ടുന്നത്? ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നത്. ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നത്. ആംപ്ലിഫയർ ചെയ്യും, അതിന്റെ ശക്തി വർദ്ധിപ്പിക്കും. അതിന്റെ ഉള്ളിലേക്ക് പോകുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് ഉള്ളിലേക്ക് പോകുന്നതെങ്കിൽ അതിന് പുറത്തേക്ക് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. അതിന്റെ ശക്തി വർദ്ധിപ്പിക്കും. ശക്തി വർദ്ധിപ്പിക്കും. ഉള്ളിലേക്ക് ശക്തി വർദ്ധിപ്പില്ലാതെ പോവാ, പുറത്തേക്ക് വരുന്നതാണ് ശക്തി കൂടിയ ചെയ്യുന്നതാണ്. അതാണ് ചെയ്യുന്നത്? ആംപ്ലിഫയർ ആണ് ചെയ്യുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? അപ്പോ ചെയ്യുന്ന പരിപാടികളുള്ളൂ. ശബ്ദം നേരെ വരുന്നു, എവിടെ തട്ടുന്നു? ശബ്ദം വന്നിട്ട് ഡയഫ്രത്തിൽ തട്ടുന്നു. ഡയഫ്രം കമ്പനം ചെയ്യുന്നു. ഡയഫ്രം കമ്പനം ചെയ്യുന്നതനുസരിച്ച് വോയിസ് കോയിൽ കമ്പനം ചെയ്യുന്നു. വോയിസ് കോയിൽ കമ്പനം ചെയ്യുമ്പോൾ കാന്തിക ഫ്ലക്സിൽ മാറ്റം വരികയും അതിന്റെ ഫലമായിട്ട് ഈ ഫ്ലക്സിൽ മാറ്റം അനുസൃതമായിട്ട് ഈ വോയിസ് കോയിലേക്ക് ഒരു EMF വൈദ്യുതി പ്രേരിതമാവുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഈ ശബ്ദത്തെ എന്താക്കി മാറ്റി? വൈദ്യുതിയാക്കി മാറ്റി. അത് നേരെ എവിടെ പോകുന്നു? ആംപ്ലിഫയറിലേക്ക് പോകുന്നു. ആംപ്ലിഫയറിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നത്? ശക്തി വർദ്ധിപ്പിച്ചിട്ട് സ്പീക്കറിലേക്ക് വിടുന്നു. സ്പീക്കർ എന്ത് ചെയ്യുന്നു? തിരിച്ച് വൈദ്യുതിയെ ശബ്ദം തന്നെ ആക്കിയിട്ട് പുറത്തേക്ക് വിടുന്നു. ഇതാണ് മൈക്രോഫോണിന്റെ പ്രവർത്തനം. കിട്ടിയോ? അപ്പൊ മൈക്രോഫോണിന്റെ പ്രവർത്തന തത്വം എന്താ? മൈക്രോഫോണിന്റെ പ്രവർത്തന തത്വം എന്താ? കാന്തിക വൈദ്യുത കാന്തിക പ്രേരണം. വൈദ്യുത കാന്തിക പ്രേരണമാണ്. മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാ? കൊറേ ഉണ്ട്. ഡയഫ്രം, സ്ഥിരകാന്തം, സ്ഥിരകാന്തം, വോയിസ് കോയിൽ. സ്ഥിരകാന്തം, വോയിസ് കോയിൽ. ഇനി ഇതിന്റെ വർക്കിംഗ് ഇങ്ങനെ സെന്റൻസ് ആക്കി പഠിക്കുക. പോയിന്റ് ആക്കി ഫ്ലോ ചാർട്ട് പോലെ പഠിക്കുക. ഒന്നാമത്തെ പോയിന്റ്, ശബ്ദം ഡയഫ്രത്തിൽ തട്ടുന്നു. ഡയഫ്രം കമ്പനം ചെയ്യുന്നു. വോയിസ് കോയിൽ കമ്പനം ചെയ്യുന്നു. ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുന്നു. വോയിസ് കോയിലേക്ക് EMF പ്രേരിതമാവുന്നു. മനസ്സിലായോ? മനസ്സിലായോ? ഇതാണ് അതിന്റെ വർക്കിംഗ്. ചലിക്കും ചുരുൾ മൈക്രോഫോണിന്റെ വർക്കിംഗ്. അപ്പൊ 3 ഉപകരണങ്ങൾ പഠിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ ഒന്നും കൂടി നോക്കി വെക്കുക. ഈ ഫിഗറും ആ ഫിഗറും വ്യത്യാസമുണ്ട്. ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫിഗർ കണ്ടാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യനിൽ വരിക ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ ആണ് ക്വസ്റ്റ്യനിൽ വരിക. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങള് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചലിക്കും ചുരുൾ മൈക്രോഫോണിന്റെ ഭാഗങ്ങളും അതിന്റെ പ്രവർത്തന തത്വവും അതിന്റെ ഒറ്റ ചോദ്യം, ഇതിന്റെ ഊർജ്ജമാറ്റം എന്താ? ഇതിന്റെ ഊർജ്ജമാറ്റം എന്ത്? ആലോചിച്ച് ആൻസർ ഒത്തിരി ആൻസർ പറയണ്ട. ആലോചിക്കും.
കിട്ടിയോ? എന്നാ പറ, എന്താണ് ഊർജ്ജമാറ്റം? എന്താ? ശബ്ദോർജം വൈദ്യോർജമാക്കുന്നു എന്ന് നിങ്ങൾ ഉത്തരം പറഞ്ഞല്ലേ? തെറ്റൊന്നുമല്ല. സംഭവം നിങ്ങളുടെ ഉത്തരം തെറ്റൊന്നുമല്ല, ശരി തന്നെയാണ്. ശബ്ദോർജത്തെ വൈദ്യോർജമാക്കി മാറ്റുന്ന വേറെ തന്നെയാണെന്നില്ലേ? പക്ഷേ നിങ്ങൾ ആൻസർ എഴുതുന്നത് യാന്ത്രികോർജം വൈദ്യോർജമായി മാറുന്നു എന്നാണ്. എന്താണ് എഴുതുന്നത്? യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. കാരണം ഇതിൽ നടക്കുന്ന പ്രവർത്തനം വൈദ്യുതകാന്തിക പ്രേരണം അല്ലേ? നിങ്ങൾ പറഞ്ഞത് തെറ്റൊന്നല്ല കേട്ടോ. ശബ്ദോർജം വൈദ്യുതമായി മാറുന്നു തന്നെയാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ആൻസർ മാർക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ എഴുതുന്നത്. കാരണം ഈ ഉപകരണം പറഞ്ഞത് വൈദ്യുതകാന്തിക പ്രേരണം വെച്ചിട്ടാണ്. ജനറേറ്ററിന്റെ ഊർജ്ജമാറ്റം എന്താ? ജനറേറ്ററിന്റെ ഊർജ്ജമാറ്റം എന്താ? യാന്ത്രികോർജം പറയും. ഇവിടെയും നടക്കുന്നത് എന്തെന്നെയാണ്? വൈദ്യുതകാന്തിക പ്രേരണം തന്നെയാണ്. ഈ സ്ഥലത്ത് നടക്കുന്നത് വൈദ്യുതകാന്തിക പ്രേരണം തന്നെയാണ്. അതുകൊണ്ട് ഇതിന്റെ ഉത്തരവും നിങ്ങൾ എഴുതുമ്പോ നിർബന്ധമായിട്ടും എന്തെന്നെ എഴുതണം? യാന്ത്രികോർജം വൈദ്യോർജമായി മാറുന്നു എന്ന് എഴുതണം. പുറത്ത് ഇത് കട്ട് ചെയ്യുന്നുണ്ട്, ടൈൽസ് കട്ട് ചെയ്യുന്നുണ്ട്, അതാണ് ആ സൗണ്ട് പുറത്ത് വരുന്നത് കേട്ടോ. ടൈൽസ് കട്ട് ചെയ്ത അടുത്ത ആഴ്ച പണിയെടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സൗണ്ട് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് നല്ല ഉദ്ദേശമുണ്ട്. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? പരമാവധി സൗണ്ട് സംസാരിക്കണം. കേൾക്കണൊക്കെ ഉണ്ട്. കേട്ടില്ല? ഫസ്റ്റില് ഇതിലേറെ സൗണ്ട് ഉണ്ടായിരുന്നു, കുറച്ച് സൗണ്ട് സൗണ്ട് അവിടെ പണി തുടങ്ങിയോണ്ടാണ്. അതോ കുഴപ്പമില്ല, ശരിയാവും. പണി കഴിയാനായിക്കോളും. നാളത്തേക്ക് ഏകദേശം നമുക്ക് ലാപ്പ് കിട്ടും. നാളെ മുതൽ ഞാൻ സൗണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ശരിയാവുന്ന കേൾക്കുന്നു. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ഇന്ന് പറഞ്ഞത് എങ്ങനെയാണ് ആർമേച്ചറിലേക്ക് എ സി പ്രേരിതമാവുന്നത്. കിട്ടിയോ? എങ്ങനെയാണ് ആർമേച്ചറിലേക്ക് എ സി കിട്ടുന്നത്? എപ്പോഴൊക്കെയാണ് കിട്ടുക, എപ്പോഴൊക്കെയാണ് കിട്ടാതിരിക്കുക, എല്ലാ സമയത്തും കിട്ടുന്നുണ്ടോ ഇല്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത് വ്യക്തമായിട്ട് വായിച്ചു നോക്കുക. ഇന്ന് ഒരു വരി വിടാതെ, ഒരു വാക്ക് വിടാതെ വായിച്ചു നോക്കുക. മനസ്സിലാണ്ടോ? ഒരു വാക്ക് വിടാതെ വായിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കണം. ആ ABCD എന്നൊക്കെ പറഞ്ഞ ഭാഷകളൊക്കെ ഇങ്ങനെ വരും. അപ്പോ ചിലർക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. അപ്പൊ ആ ABCന്റെ വശങ്ങളും കാര്യങ്ങളൊക്കെ അതിന്റെ തിരിച്ചില്ല റൊട്ടേഷനൊക്കെ എങ്ങനെയാണ് റൊട്ടേഷൻ, അതിന്റെ തിരിച്ചിലും കാര്യങ്ങളൊക്കെ വരാന്നൊക്കെ നോക്കിയിട്ട് അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം. പിന്നെ നമ്മൾ പഠിച്ചത് ചലിക്കും ചുരുൾ മൈക്രോഫോൺ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം വെച്ച് വർക്ക് ചെയ്യുന്ന മൂന്നാമത്തെ ഉപകരണം അതാണ് ചലിക്കും ചുരുൾ മൈക്രോഫോൺ, നമ്മുടെ സാധാരണ മൈക്ക്. അപ്പൊ മൈക്കിന്റെ പണി ഉണ്ടാക്കി വെച്ചിട്ട് എന്താ പറയുന്നത്? ശബ്ദത്തിന്റെ ഉച്ചത വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. പറയാ ഉച്ചത വർദ്ധിപ്പിക്കുന്നതിൽ യാതൊരു പങ്കും ആർക്കില്ല, മൈക്കിനില്ല. ഉച്ചത വർദ്ധിപ്പിക്കുന്ന, ശക്തി വർദ്ധിപ്പിക്കുന്ന ആള് ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫയർ. മൈക്ക് ചെയ്യുന്ന പണി എന്താ? ശബ്ദത്തിനെ എന്താക്കി മാറ്റുന്നു? ശബ്ദത്തിനെ വൈദ്യുതിയാക്കി മാറ്റുന്നത്. ബോക്സോ സ്പീക്കറോ ചലിക്കുഞ്ചുള്ള ലൗഡ് സ്പീക്കർ എന്താ ചെയ്യണേ? വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. വൈദ്യോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. വൈദ്യോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നതാണ് സ്പീക്കർ. മനസ്സിലായോ? ഓക്കെ. അപ്പോ പറയുന്ന കാര്യം നമ്മളെ എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. എന്താ എക്സാമിന്റെ പേപ്പറൊക്കെ ഒന്ന് റെഡി ആയിട്ട് കെട്ടാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ? ഒക്കെ സെറ്റ് അല്ലേ? ഫുള്ള് എക്സാം ഏകദേശം എല്ലാ ആൾക്കാർക്ക് എക്സാം ഫുള്ള് ഏകദേശം എഴുതിയിട്ടുണ്ട്.
ഒന്നോ രണ്ടോ ആൾക്കാരല്ലാതെ ബാക്കി എല്ലാവരും എഴുതിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. 180, 178 അങ്ങനെ റേഞ്ചിലൊക്കെ എല്ലാ ദിവസവും എക്സാമിന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ മുതലാണ് എക്സാമിന്റെ പേപ്പർ നിങ്ങൾ കൊണ്ടുവന്ന് തരേണ്ടത്. നിങ്ങളല്ല രക്ഷിതാക്കൾ. നമ്മുടെ കരുവാരക്കുണ്ടില് കൊറോണ ഭയങ്കര കൂടിക്കൂടി വരികയാണ്. ഇന്നാണ് 17 ആൾക്കാരാണ്. ഓരോ ദിവസവും ഇങ്ങനെ ആൾക്കാരെല്ലാം കൂടിക്കൂടി വരികയാണ്. അപ്പൊ നമ്മളിത് എല്ലാവരും കൂടി ഒരു ദിവസം കൊണ്ടുവരാൻ നിന്നാൽ അത് ഇവിടെ ആൾക്കാർ കൂടാനോ പിന്നെ പോലീസിലെ പ്രശ്നങ്ങളൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാണ്ട് ഫൈനൊക്കെ അടച്ചു വരുമ്പോ പിന്നെ നമുക്ക് ക്ലാസ് കാര്യങ്ങളൊന്നും നടക്കൂല. അപ്പോ ചെയ്യാൻ കരുതുന്നത് എങ്ങനെയാണ്, 4 ദിവസമായിട്ടാണ് ആക്ടിവിറ്റി കൊണ്ടുവന്നു വരുന്നത്. ഒരു ദിവസം ഫസ്റ്റത്തെ ദിവസം മലയാളം മീഡിയം ബോയ്സ് ശ്രദ്ധിക്കാട്ടോ, മലയാളം മീഡിയം ബോയ്സ് കേൾക്കാം. മലയാളം മീഡിയം ബോയ്സിന്റെ പേപ്പറാണ് നാളെ കൊണ്ടുവരുന്നത്. ഓക്കെ, അഥവാ വെള്ളിയാഴ്ച മലയാളം മീഡിയം ബോയ്സ് മാത്രം, ഗേൾസ് പേപ്പർ രക്ഷിതാക്കളെ പറഞ്ഞേക്കരുത്, ആൾക്കാരോടെ കൂടാൻ പറ്റൂല. അതുകൊണ്ടാണ് ഈ പ്രത്യേകം പറയണത്. നാളെ മലയാളം മീഡിയത്തിലെ ആൺകുട്ടികളുടെ പേപ്പർ രക്ഷിതാക്കളെ കയ്യിൽ കൊടുത്തേക്കാം. മറ്റന്നാൾ പെൺകുട്ടികൾ, മലയാളം മീഡിയം പെൺകുട്ടികൾ. ഞായറാഴ്ച ഇംഗ്ലീഷ് മീഡിയം ബോയ്സ്, തിങ്കളാഴ്ച ഇംഗ്ലീഷ് മീഡിയം ഗേൾസ്. ഇങ്ങനെയാണ് പേപ്പർ കൊണ്ട് തരേണ്ടത്. ഇനി നാളെ എന്തെങ്കിലും തീരെ ബുദ്ധിമുട്ട് ആണെങ്കിൽ പിറ്റേ ദിവസം കൊണ്ടുപോകാൻ കുഴപ്പമില്ല, 1-2 ആൾക്കാരും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പരമാവധി മലയാളം മീഡിയം ബോയ്സ് നാളെ തന്നെ എക്സാമിന്റെ പേപ്പറുകൾ ഇവിടെ എത്തിക്കണം. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇനി വേറെ കാര്യം പറയാനുള്ളത്, ഈ കൊറോണ ക്വാറന്റൈനോ അല്ലെങ്കിൽ കൊറോണയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുള്ള ആൾക്കാരോ ആരും ഇങ്ങോട്ട് വരരുത്. വൈഫ് പ്രഗ്നന്റ് ആണ്, അപ്പോ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് കൊറോണ ഉണ്ടായ ആ പ്രശ്നമാകും. അപ്പൊ ദയവ് വിചാരിച്ച് ആരും ഈ ക്വാറന്റൈനിലുള്ള ആൾക്കാരോ ഈ അയൽപക്കത്ത് കൊറോണ ഉള്ള ആൾക്കാരുടെ ചികിത്സയിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഈ പരിസരത്തേക്ക് വരരുത്. നമുക്ക് പരിപാടികൾ നടന്നു പോകാനുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അത് പിന്നെ ഇവിടെ വന്ന ആൾക്കാർക്കും ഒക്കെ ബുദ്ധിമുട്ടാവും. അന്ന് ഇവിടെ വന്ന ആൾക്കാർക്കും മാഷ്മാർക്കും ഒക്കെ ബുദ്ധിമുട്ടാവും ഇത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനത്തെ ആൾക്കാർ പ്രത്യേകം ഒന്ന് വിവരം തരികയാണെങ്കിൽ ആ പേപ്പർ പിന്നെ സാവകാശം നോക്കാതെ ഒരു അവസരം നമുക്ക് ഉണ്ടാക്കാം. അത് പിന്നെ എല്ലാം മാറിക്കഴിഞ്ഞിട്ട് സാവധാനം കുറഞ്ഞവർക്ക് എത്തിച്ചാൽ മതി. അപ്പൊ പിന്നെ നോക്കാം. അപ്പോ അല്ല പറഞ്ഞ കേക്കട്ടാ, പറയട്ടെ എപ്പോഴാ വരേണ്ടത് പറയാം. നാളെ 8 മണി മുതൽ 4 മണി വരെ ഇവിടെ ആളുണ്ടാവും. അപ്പൊ എല്ലാവരും രാവിലെ തന്നെ 10 തന്നെ വരണമെന്നില്ല. എന്നാൽ സാവകാശം 8 മണി മുതൽ 4 മണി വരെ ഇവിടെ ആളുണ്ടാവും. എപ്പോഴേലൊക്കെ വന്നാൽ മതി. മനസ്സിലായോ? എല്ലാവരും കൂടി ഒരുമിച്ച് വരാതെക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഒരു ഗ്യാപ്പിട്ട സമയം തന്നെ ഒരുമിച്ച്. ഇപ്പൊ ഇന്നലെ തന്നെ പ്രശ്നങ്ങളുണ്ടല്ലോ, അങ്ങാടിയിലൊക്കെ പ്രശ്നങ്ങൾ, ഏതോ ടെക്സ്റ്റൈൽസിലൊക്കെ ആൾക്കാർ കുറെ കയറിയിട്ട് ഫൈനൊക്കെ അടച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ റോഡ് സൈഡിൽ തന്നെയാണ്. റോഡ് സൈഡിലാവുമ്പോൾ വണ്ടികൾ കുറെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ രക്ഷിതാക്കൾ 10 ഒരുമിച്ച് വന്നാൽ തന്നെ പ്രശ്നമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. എന്ത് ചെയ്യാം, 8 മണി മുതൽ 4 മണി വരെ സമയത്ത്. അപ്പൊ ആ സമയത്ത് എല്ലാ ദിവസവും കേട്ടോ. ഇനി മറ്റന്നാൾ പെൺകുട്ടികൾക്കാണ് ഷാഹിദ്. ഓക്കെ, അങ്ങനെ കണ്ടെയ്ൻമെന്റ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന വേണ്ട, അവിടെ വെച്ചാൽ പേപ്പറോടെ വെച്ചോ കേട്ടോ. ഇനി എല്ലാവരും കൂടി കൊണ്ടുവരുന്ന തരുന്ന ഒരു നിർബന്ധമില്ല. ഒരാൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ കൊടുത്തേച്ചാൽ മതി. അങ്ങനെ കൊടുത്തേക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പേപ്പറും കാര്യങ്ങളും അതിന്റെ പേരും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതണം. നിങ്ങളുടെ പേരും കാര്യങ്ങളും എല്ലാ പേപ്പറിലും പേര് എഴുതിയിട്ടില്ല, എല്ലാ പേപ്പറിലും പേര് എഴുതിയിട്ടുണ്ടാവും. അതിമ പിൻ ചെയ്തിട്ടുണ്ടാവും കേൾക്കുന്നു. അപ്പൊ ഓരോന്നും ഈ വേറെ ആളെത്താണ് നിങ്ങൾ കൊടുത്തേക്കുന്നതെങ്കിൽ അവനവന്റെ പേരും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതണം, അല്ലെങ്കിൽ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാം. ഇനി എല്ലാവരും വേണം നിർബന്ധമല്ല. രക്ഷിതാക്കൾക്ക് ചായ ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. ഓരോ 2-20 കൈ പിടിക്കാൻ പറഞ്ഞോണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിന്ന് അവസാനിപ്പിക്കാൻ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ നാളത്തെ കാര്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ദിവസം ഞാൻ ഗ്രൂപ്പിൽ നിന്ന് വൈകുന്നേരം ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാര്യങ്ങളെ കൊണ്ടുകൂടി വോയിസ് ആയിട്ട് മെസ്സേജ് അയക്കാം. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. വരാൻ പറ്റാത്തതോ അല്ലെങ്കിൽ എക്സാം എഴുതാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഈ ക്ലാസ്സിൽ എക്സാം എഴുതാത്ത ആരെങ്കിലും ഉണ്ടോ? സാറേ നാളെ വരാൻ പറ്റില്ല. എന്താ ഞങ്ങളിപ്പോ ഇന്നും മന്റെ വീട്ടിലാ.
എന്നാ എന്നാണ് വരാൻ പറ്റുന്നത്? ഒരാളൊക്കെ കുഴപ്പമില്ല, ഒന്നോ രണ്ടാൾക്കാർ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിറ്റേന്ന്